ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂര, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂര. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകിൽ നിത്യ തുറമുഖത്തെത്തും ഞാൻ. പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകിൽ നിത്യ തുറമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ, വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ. നിസ്തുല്യമായ പ്രതാപത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂര, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂര. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, വരും നിശ്ചയം. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനേ, സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനേ. കാണാമതിൻ മധ്യേ ഏഴയും, കാണുമതിൻ മധ്യേ ഏഴയും. കാന്തനെ കാണുവാൻ ആർത്തി ഒരുമിച്ച് പ്രത്യാശയോടെ പറയാൻ പറ്റുമോ? യെസ് ലോർഡ്, ഹല്ലേലൂയ. കാന്തനെ ആ കരങ്ങളൊന്നുമില്ല തട്ടാൻ പറ്റുമോ പ്രത്യാശയോടെ? ഇല്ല പ്രത്യാശ കണ്ടാലും വേഗം ഞാൻ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂര, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂര. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും. ഞാൻ നിനക്കുള്ളവൻ, ഞാൻ നിനക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും. ഞാൻ നിനക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും.
കാന്തനെ കാണാൻ കാണുവാൻ ആർത്തി വളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നീ. എത്ര കുഞ്ഞുങ്ങൾ പറയും കാന്തനെ കാണാൻ കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നീ. കണ്ടാലും വേഗം കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുരാ. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം. ചെയ്ത പ്രിയൻ വരും തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ കോടാകോടി ഗണം തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ കോടാകോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനേ. സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനേ. കാണുമതിൻ മധ്യേ കാണുമതിൻ മധ്യേ. ഞാൻ നിനക്കുള്ളവൾ നീ എനിക്കുള്ളവൻ. ഞാൻ നിനക്കുള്ളവൾ നീ എനിക്കുള്ള. ഇന്നലെയും ഇന്നും എന്നേക്കും ഇന്നലെയും ഇന്നും എന്നേക്കും. ഞാൻ നിനക്കുള്ളവൾ നീ എനിക്കുള്ളവൾ. ഇന്നലെയും കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ. കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ. കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ. കൂടെ കാണുവാൻ എത്ര പേർക്ക് വാഞ്ചയുണ്ട്? ചേരുന്നേ. കൂടിക്കാൺമാൻ സർവാംഗ സുന്ദരൻ സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനേ. സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനേ. കാണുമതിൻ മധ്യേ കാണുമതിൻ മധ്യേ. കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ. കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ. കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ. കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ. കൂടിക്കാൺമാൻ ഒരിക്കൽ കൂടെ കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ. കണ്ടാൽ മതി വരാ സുന്ദര. എന്റെ യേശുവിനെ കാണാനുള്ള വാഞ്ചയോടെ ഹല്ലേലൂയ. കരങ്ങളെല്ലാം അടിച്ച് കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ. കൂടിക്കാൺമാൻ വാഞ്ചയുള്ളവർ ഒരുമിച്ച് പറഞ്ഞേ കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ. കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ. കണ്ടാൽ മതി വരാ സുന്ദരരൂപനെ. കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ. കൂടിക്കാൺമാൻ കാന്തനെ കാണാൻ ആർത്തി വളരുന്നു. കാന്തനെ കാണുവാൻ സഭ ഒരുമിച്ച്. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. പ്രത്യാശ മറ്റൊന്നീ. എന്റെ യേശുവിനെ കാണാൻ കാന്തനെ കാണുവാൻ നിന്റെ സാന്നിധ്യത്തിന്റെ ജനത്തിന്റെ മേൽ ഒരു പകൽ കൂടെ ഒഴുകട്ടെ. ഇല്ല പ്രത്യാശ നിന്റെ ജനത്തിന്റെ അകത്ത് വർദ്ധിക്കട്ടെ. ദൈവകൃപ നിന്റെ മക്കളുടെ മേൽ ചലിക്കാൻ തുടങ്ങട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ എല്ലാ നിരാശകളെ മാറ്റുന്ന പ്രത്യാശയുടെ ശക്തി ഇതിനകത്ത് ശക്തമായി വെളിപ്പെടട്ടെ. പിശാചിട്ടിരിക്കുന്ന വേദനകൾ, പിശാചിട്ട സങ്കടങ്ങൾ, പിശാചിട്ട മടുപ്പുകൾ, പിശാചിട്ട ഉറക്കങ്ങൾ, അകത്തെ പ്രത്യാശയെ കെടുത്തി നിരാശയിൽ മൂടാൻ പിശാച് വച്ച സകല മുഖങ്ങള് തകർത്തുകൊണ്ട് ദൈവസഭ പ്രത്യാശയിൽ കുതിക്കട്ടെ, കുതിക്കട്ടെ, കുതിക്കട്ടെ. ഹല്ലേലൂയ. യെസ് ലോർഡ്. എത്ര പേർ അത് പറയും, എന്റെ യേശുവിനെ കാണാൻ ഇന്ന് പകൽ ആർത്തി വർദ്ധിക്കുന്നു, ആർത്തി വളരുന്നു എന്ന്. അമ്മനെ കണ്ടാൽ മതി വരാ സുന്ദര രൂപനേ, കണ്ടാൽ മതി വരാ സുന്ദര രൂപനേ, കണ്ടാൽ മതി വരാ യേശുവിനെ രൂപനേ, കാണുമതി മതി കാണാൻ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കണ്ടാൽ മതി വരാ സുന്ദര രൂപനേ, കണ്ടാൽ മതി വരാ സുന്ദര രൂപനേ, കൂടിക്കാൺമാൻ ചേരും, കൂടിക്കാൺമാൻ ചേരും, കൂടിക്കാൺമാൻ ആർത്തിയോടെ ആ കരങ്ങൾ അടിച്ച് ദൈവമഹത്വം ഇതിനകത്തേക്ക് വരട്ടെ, ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ, ജനത്തിന്റെ ഹൃദയം പ്രത്യാശയാൽ നിറയട്ടെ, യേശുവായുള്ള ബന്ധം അത് ഉറക്കട്ടെ, കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. കണ്ടാൽ മതി വരാത്ത സുന്ദര രൂപനെ കാണാൻ ഞാനും അവന്റെ മുഖം കാണുമെന്ന പ്രത്യാശയോടെ ഇന്ന് പകൽ ദൈവസഭ ഒരുങ്ങട്ടെ. സർവാംഗ സുന്ദരനാകുന്ന എന്റെ കർത്താവിനെ ഞാൻ കാണും, എന്റെ കർത്താവിനെ ഞാൻ മുഖാമുഖം കാണും. എന്റെ ഓട്ടമധ്വാനം വ്യർത്ഥമാകച്ചില്ല, എന്റെ വിശ്വാസം വ്യർത്ഥമാകച്ചില്ല, ഈ പകൽ കരമടിക്കുന്നത് വ്യർത്ഥമാകച്ചില്ല. ഞാൻ എന്റെ യേശുവിനെ കാണും, ഞാൻ എന്റെ നിത്യതയിൽ യേശുവിനോടൊപ്പം വസിക്കുക. ഉറപ്പുള്ളവർ മാത്രം കരങ്ങൾ അടിച്ചതരങ്ങൾ തുറന്ന് we praise you Lord, we worship you Jesus. വലിയ പ്രത്യാശ, വലിയ പ്രത്യാശ, ഇളകാത്ത പ്രത്യാശ, ഉറപ്പുള്ള പ്രത്യാശ. ഹല്ലേലൂയ. ആർക്കും അപകരിക്കാൻ പറ്റാത്ത, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത പ്രത്യാശയോടെ ദൈവസഭ കർത്താവിനെ ആരാധിക്കട്ടെ. കർത്താവേ, നന്ദിയോടെ ഏറെ പ്രത്യാശയോടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരും. ഞങ്ങളുടെ ഭാഗ്യം, ഞങ്ങളുടെ പദവി, ഞങ്ങൾക്ക് നീ ചെയ്തത് എന്തെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പ്രാർത്ഥനയോടെ അവിടുത്തെ മുമ്പാകെ നിൽക്കുമ്പോൾ സംസാരിക്കണമപ്പാ. നിന്റെ ജനത്തെ ഞങ്ങളെ ബലപ്പെടുത്തണം. തിരുമേശയോട് അടുക്കാനുള്ള വലിയ ഹല്ലേലൂയ ഭാഗ്യം എല്ലാം ഞങ്ങൾക്ക് ഒരുക്കണേ. വചനം സംസാരിപ്പാൻ ബലത്തെ തരണേ. നിന്റെ ജനത്തിന്റെ ഹൃദയത്തെ തുറക്കണേ. ദൂത് പ്രകാശിക്കാതെയും അതിനെ ഹല്ലേലൂയ അടക്കിയൊക്കെ ചെയ്യുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെയും ദൈവം തന്ന അധികാരത്തിൽ നീക്കി യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. അങ്ങേ മുഖം കാണാമെന്ന പ്രത്യാശയോടെ വാഞ്ചോടെ ഇരിക്കുന്ന ഞങ്ങളെ ഈ പകൽ വീണ്ടും ഒരുക്കണം, ശക്തീകരിക്കണം. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വേഗത്തിൽ വരാം. 20-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷം കൂടെ പറയാതിരുന്ന പറ്റത്തില്ല. നമ്മുടെ സ്നാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ രാജാണനാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച പ്രിയ അണ്ണൻ മരണത്തിൽ നിന്ന് കർത്താവ് അദ്ദേഹത്തെ വിടുവിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതാണ്. കാരണം ഇവിടെ നിങ്ങൾ കേട്ട അത്ഭുത സാക്ഷ്യങ്ങൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ സാക്ഷ്യങ്ങൾ കേട്ട പലരും സ്നാനം പോലും പെടാതെ അവർ പിന്തിരിഞ്ഞോടി. പക്ഷെ ഞാനത് സ്നാന ക്ലാസ്സിലും പറഞ്ഞു, വളരെ സന്തോഷത്തോടെ കണ്ണുനീരോടെ വിടുതൽ കൊടുത്ത ദൈവത്തെ വിശ്വസിച്ച്
ഇന്ന് സ്നാനം കൊടുക്കും. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അദ്ദേഹം സ്നാനപ്പെട്ടു. സ്തോത്രം. അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ സന്തോഷം അവർ വീണ്ടും ദൈവസഭയോട് കാണുന്നു. നമ്മളിത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണമുണ്ട്. ഇന്ന് മൊത്തം അവരാണ്, അവരുടെ നേർച്ച അല്ലെങ്കിൽ അവരുടെ സന്തോഷമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് പങ്കിടുന്നത്. അതിന്ന് ഞാൻ സന്തോഷത്തോടെ പറയുന്നത്, നമ്മളെപ്പോഴും നന്ദിയുള്ളവരാകുന്ന വളരെ സന്തോഷം. ദൈവത്തോട് ദൈവസഭയോടൊക്കെ നന്ദി കാണിക്കുന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരെ പ്രതിയൊക്കെ ചിലർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. സമയം ഒത്തിരി മുമ്പിലേക്ക് പോകുന്നത് കൊണ്ട് വേഗത്തിൽ ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ബൈബിളുള്ള എല്ലാവരും തുറന്നതെടുത്ത് ശ്രദ്ധയോടെ നിങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ പ്രിയ സഹോദരി മൈക്കിൽ കൂടി അത് വായിച്ച് കേൾപ്പിക്കും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. വളരെ സന്തോഷം തരുന്ന ഒരു വാക്യമാണ്. നമ്മൾ ഈ ജീവിക്കുന്ന ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനെ വളരെ ചുരുക്കി ചെറിയ ചിന്തയായി ഒന്ന് പറയാൻ ഇഷ്ടപ്പെടുകയാണ്. എനിക്ക് വലിയ സന്തോഷമാണ് ഈ വിഷയം പറയാനും അതുപോലെ തന്നെ ഹല്ലേലൂയ നിങ്ങളെ ശുശ്രൂഷിപ്പാനും. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ, നമ്മളിപ്പോൾ ജീവിക്കുന്ന യുഗത്തിന്റെ അന്ത്യത്തിൽ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അവിടെ വായിച്ചത്. സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവന് രണ്ടാം മരണത്താൽ ഹല്ലേലൂയ ദോഷം സംഭവിക്കത്തില്ല. രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. അവർ ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് യേശുവിനോടുകൂടെ വസിക്കും. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ അകത്ത് കത്തുന്നുവെങ്കിൽ നിങ്ങൾ സ്തോത്രമൊക്കെ പറയണം. ഞാൻ പറയാതെ തന്നെ ഇന്ന് ഈ വചനം കേട്ട് നിങ്ങൾ സ്തോത്രമൊക്കെ പറയണം. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കണം. അതാ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മിനിറ്റ് ആണ്. നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ പ്രതികരിക്കണം. ശ്രദ്ധിക്കണമേ, നമുക്ക് ലഭ്യമാകാൻ പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യം. എന്തിനാ പാടുന്നത്, എന്തിനാ ആരാധിക്കുക, എന്തിനാ വിശ്വസിക്കുക, എന്തിനാ സ്നാനപ്പെടുന്നത്? ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. നമ്മുടെ യേശു കർത്താവ് രാജാവായി രാജവാഴ്ച ഏറ്റെടുക്കാൻ പോകുക. സ്തോത്രം. ആർക്കും സന്തോഷം വന്നില്ല. ഒന്നുകൂടെ പറയാം, നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവ് രാജാവായി വാഴാൻ പോകുന്ന വലിയ സംഭവമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിനു മുന്നമേ സംഭവിക്കുന്ന വലിയ കാര്യമാണ് തൻ്റെ വിശുദ്ധരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ ഭാഗ്യവാന്മാരെ പറ്റി പറയുന്നു. സ്തോത്രം. ഭാഗ്യവാന്മാരാ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. സ്തോത്രം. ആരാ ഭാഗ്യവാൻ? വലിയ വീട് കിട്ടിയവൻ അല്ല, ചെറിയ വീട്ടിൽ താമസിച്ച് ദാരിദ്ര്യം അനുഭവിച്ചവൻ അല്ല, കുറേയേറെ സമ്പത്തുണ്ടായവൻ, രോഗം വരാതെ ജീവിച്ചവൻ അല്ല, ഒരുപാട് രോഗം സഹിച്ചവൻ. സ്തോത്രം. ഇവരാണോ ഭാഗ്യവാന്മാർ? ഏത് ഗണത്തിൽപ്പെട്ടാലും നീ ഹല്ലേലൂയ കൃത്യമായി നീ ഭാഗ്യവാനായി മാറുന്നത് നിനക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് കിട്ടുമ്പോഴാണ്. സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്. അവന് രണ്ടാം മരണത്തിന്റെ അധികാരം അവന്റെ മേലില്ല. അർത്ഥാൽ നിത്യ നരകം അവനില്ല. സ്തോത്രം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം കിട്ടുന്നവൻ തുടർന്ന് യേശുവിനോടുകൂടെ 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സ്തോത്രം. മറ്റൊരിടത്തുമല്ല, ഇതേ ഭൂമിയിൽ യേശു വാഴുമ്പോൾ അവരോടൊപ്പം 1000 ആണ്ട് ആര് വാഴും? നമ്മൾ വാഴും. സ്തോത്രം. ഇവിടെ 50, 60, 70, 80 ഒക്കെ ജീവിച്ച് തീരുന്ന ജീവിതത്തെ കുറിച്ച് വ്യാകുലപ്പെടുമ്പോൾ 1000 ആണ്ട് ഇതേ ഭൂമിയിൽ കർത്താവിനോടൊപ്പം വസിപ്പാൻ വരവും ഭാഗ്യവും ലഭിച്ചവരാണ് ഇതിൻ്റെ ഒക്കെ ചിരിക്കുന്നവർ. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ സന്തോഷത്തെ ഓർത്ത് എല്ലാവരും കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. അല്ല, നിങ്ങൾക്കുണ്ടായിരുന്നു, നിങ്ങൾ ആദ്യം പറയണ്ടേ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ, നമ്മുടെ അകം കത്തുന്ന ഒരു വിഷയമാണിത്. എന്തിനാന്ന് ഈ പങ്കപ്പാടും കഷ്ടങ്ങളൊക്കെ? എന്തിനാന്ന് ഹല്ലേലൂയ ഈ സ്നാനം? എന്തിനാ ഇങ്ങനെ ഹല്ലേലൂയ പരിഹസിക്കപ്പെടുന്നതൊക്കെ? തിരിച്ചറിഞ്ഞോളണം കേട്ടോ. ഈ യുഗം അവസാനിക്കും. സ്തോത്രം. ഞാൻ ആ ഒരു വിഷയമാണ് പറയാൻ ഇഷ്ടപ്പെടുന്നത്. 1000 ആണ്ട് നമ്മൾ കർത്താവിനോടൊപ്പം വാഴും. 1000 ആണ്ട് കർത്താവിനോടൊപ്പം വാഴും. 1000 ആണ്ട് കർത്താവിനോടൊപ്പം നമ്മൾ വാഴും. സ്തോത്രം. അതാണ് ഹല്ലേലൂയ പ്രത്യാശ. നമ്മൾ പാടിയതുപോലെ ഹല്ലേലൂയ കണ്ടാൽ മതി വരാത്ത സുന്ദര രൂപനെ. ഞാനും അവിടെ കാണുന്ന എത്ര പേർക്ക് ഉറപ്പുള്ളേ? അവിടെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പകൽ ഹല്ലേലൂയ അത്യധ്വാനം ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഭാഗ്യ പദവിയിലേക്ക് കയറിയവരാണോ? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നിനക്ക് പങ്കുണ്ടോ? രണ്ടാമതൊരു പുനരുത്ഥാനം ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്നത്. അത് പറഞ്ഞ മുമ്പിലേക്ക് വരാം. 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ കഴിയുമ്പോൾ മരിച്ച സകലരെയും കർത്താവ് ഉയർപ്പിക്കും. അടുത്ത വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം, മരിച്ചവർ ആബാലവൃദ്ധം ഉയർത്തെഴുന്നേറ്റ് എങ്ങോ പോകുകയല്ല, ഈ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ വരും. അനുസരിച്ചവൻ ദൈവത്തോടൊപ്പം നിൽക്കുമ്പോൾ അനുസരിച്ച്
അനുസരിക്കാത്തവർ അവരുടെ മുമ്പിൽ ന്യായം വിധിച്ച് ആമേൻ അവരെ നിത്യ നരകത്തിലേക്ക് തള്ളും. രണ്ടാം മരണം അവരുടെ മേൽ വാഴും. എന്താ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവന് രണ്ടാം മരണത്തിൽ ആമേൻ ഹല്ലേലൂയ അധികാരമില്ലാത്തത്? ഞാൻ പറയട്ടെ, ബൈബിൾ വ്യക്തതയോടെ പറയുന്നത് എന്നാണെന്നറിയാമോ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എൻ്റെ യേശു കർത്താവ് തന്റെ മരണത്താൽ നീക്കി. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, എന്റെയും നിന്റെ മേൽ വാണ നിത്യ മരണത്തെ നീക്കാനാ. അപ്പൊ മരണത്തിന്റെ അധികാരിയായ പിശാച്, ആമേൻ സ്തോത്രം, ആമേൻ മരണത്തിന്റെ മേൽ വാഴ്ച നടത്തിയ പിശാച് മനുഷ്യനെ അടിമപ്പെടുത്തി പാപം ചെയ്യുന്ന ആമേൻ ഏത് ദേഹിയും മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണം എന്ന വിധി. ആമേൻ ഹല്ലേലൂയ. പിശാചിന്റെ ആധിപത്യം നമ്മുടെ മേലുണ്ടായിരുന്നു. ക്രൂശിൽ യേശു മരിച്ചപ്പോൾ ആമേൻ മരണത്തിന്റെ അധികാരം ഹല്ലേലൂയ പിശാചിന്റെ കയ്യിൽ നിന്ന് കർത്താവ് പിടിച്ചെടുത്തു. എന്നിട്ട് യേശു പറഞ്ഞു, തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആരിൽ? യേശുവിൽ വിശ്വസിച്ച്. ആമേൻ സ്തോത്രം. എന്തിനാ ഇന്നും 6 പേരെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയത്? സ്തോത്രം. അവിടെ പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവം പറഞ്ഞ കൽപ്പനയാണ്. എനിക്ക് വീണ്ടും വിശദീകരിക്കാൻ സമയമില്ല. പക്ഷെ തിരിച്ചറിഞ്ഞുകൊള്ളണം, ഇതിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്നത് പുനരുത്ഥാനമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. ആമേൻ ഹല്ലേലൂയ. വിശ്വസിക്കാത്തവർ മരിച്ചടക്കപ്പെടും. പക്ഷെ കാഹളത്തിൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ അവർ ഉയർക്കച്ചില്ല. അവർ നിത്യ നരകത്തിലേക്ക് പോകാൻ പിന്നത്തേതിൽ ഉയർത്തെഴുന്നേറ്റ് വരും. ഇതേ കർത്താവിന്റെ മുമ്പാകെ മുട്ടുമടക്കി നീയാണ് കർത്താവെന്ന് പിള്ളേർ സ്കിറ്റ് അവതരിപ്പിച്ചപ്പോൾ ഓരോരുത്തരായിട്ട് പോയതുപോലെ അതിലും ഭീകരമായ അനുഭവത്തിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നിത്യ നാശത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി ചേരും. അത് വരാതിരിക്കാനാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്. ആമേൻ സ്തോത്രം. യേശുവിൽ വിശ്വസിച്ച് ആമേൻ ഹല്ലേലൂയ പാപ ശരീരത്തെ കുഴിച്ചിട്ടുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന വിശുദ്ധരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് വാഴാൻ പറ്റത്തില്ല. പിശാചിന് വാഴാൻ പറ്റത്തേയില്ല. സ്തോത്ര. അതാ നമ്മൾ ഹല്ലേലൂയ ജയത്തോടെ പാടുന്നത്. സ്നാനത്തിന് ഇറങ്ങുമ്പോഴും ഗീതം ഗീതം ജയ ജയ ഗീതം എന്ന് പറഞ്ഞ് ജയത്തിന്റെ പാട്ട് പാടാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രൂപ്പേ ഉലകത്തിലുള്ളൂ. അവർ ഹല്ലേലൂയ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ആമേൻ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് പ്രാപിച്ച് ജീവിക്കുന്നവരാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഹല്ലേലൂയ പ്രസക്തി തിരിച്ചറിയണം. പ്രസംഗത്തിന്റെ പ്രസക്തി തിരിച്ചറിയണം. ഹല്ലേലൂയ. നമുക്ക് ലഭ്യമാകാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഒന്നാമത്തെ പുനരുത്ഥാനം. അതിൽ പങ്കുള്ളവൻ ഭാഗ്യവാന്. നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ചാൽ ആമേൻ ഹല്ലേലൂയ ഒരുപാട് കല്ലറകൾ കാണാം. ആമേൻ ഭക്തന്മാരുടെ കല്ലറ കാണാം, അവതാരങ്ങളുടെ കല്ലറ കാണാം, നേതാക്കന്മാരുടെ കല്ലറകൾ കാണാം. ആമേൻ സ്തോത്രം. ഒരുപാട് ഉന്നതന്മാരുടെ കല്ലറ എല്ലാം സീൽ ചെയ്ത് ഉറപ്പിച്ചിരിക്കുക. അതിനകത്ത് അവരുടെ അസ്ഥി കഷണങ്ങളോ ആമേൻ തലമുടിയൊക്കെ ശേഷിപ്പുകൾ അതിൻ്റെ അകത്ത് കാണും. പക്ഷേ ഹല്ലേലൂയ പാലസ്തീനിൽ ഒരു കല്ലറയുണ്ട്. സ്തോത്രം. അതിനകത്ത് അസ്ഥിയില്ല, മനുഷ്യന്റെ ഒരു ശേഷിപ്പ് അതിനകത്തില്ല. ആ കല്ലറ അടച്ചിട്ടുമില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവൻ ഇവിടെ ഇല്ല. ആര്? യേശുവിന്റെ കല്ലറ. യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. യേശു കല്ലറയെ തുറന്നുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ സംഭവമാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ ഇന്ന് പകൽക്കാലം ഞാൻ ആവേശത്തോടെ പറയട്ടെ, അങ്ങനെ യേശു കർത്താവിന്റെ കല്ലറ തുറന്ന് ആമേൻ സ്തോത്രം 3-ാം നാൾ മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ അതേ കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിക്കും. നൂറ്റാണ്ടുകൾ കൊണ്ട് ആമേൻ അരക്കിട്ട് ഉറപ്പിച്ചു വെച്ച വിശുദ്ധന്മാരുടെ കല്ലറ ഭൂമിയിൽ ഒത്തിരി ഉണ്ട്. ആമേൻ സ്തോത്രം. നാളെ നീളെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞാനും മരിച്ച് അടക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഹല്ലേലൂയ, അത് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശയെ കല്ലറയ്ക്കൊക്കെ ചോദിക്കുന്നത് വച്ച് നന്നായി ഗ്രൗണ്ടിട്ട് സെറ്റ് ചെയ്ത് ഗ്രാനൈറ്റ് ഒക്കെ വയ്ക്കുമെന്ന എന്റെ ചിന്ത. സ്തോത്രം. വച്ച് ഹല്ലേലൂയ നല്ല പോലെ പൊരിയെന്ന് എഴുതി ആമേൻ സ്തോത്രം കുരിശ് വയ്ക്കുന്നവരുണ്ട്, മെഴുതിരി വയ്ക്കുന്നവരുണ്ട്. എന്തൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ഹല്ലേലൂയ ഉറപ്പിച്ചാൽ ഇനി ചവിട്ടി താഴ്ത്തി അങ്ങ് ഹല്ലേലൂയ ആഴത്തിൽ കൊണ്ടിട്ടാൽ കാഹള ശബ്ദം ധ്വനിക്കുമ്പോ ആമേൻ എന്റെ യേശു കർത്താവ് കല്ലറയെ തുറന്ന് വന്നതുപോലെ ഈ ഞാനും കല്ലറയെ പിളർന്നുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരും. അതാണ് എന്റെ പ്രത്യാശ. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധന്മാർ ഉയർക്കുമെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് ഓടുന്നത് അധ്വാനിക്കുന്നത് വ്യർത്ഥമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്നായി കർത്താവിനെ ആരാധിക്കണം. സ്തോത്രം. ഈ വചനമൊക്കെ കേൾക്കും മുഴങ്ങുന്ന രീതിയിൽ കൈയടിക്കണം. പിശാചൊക്കെ ലജ്ജിച്ച് നാണിച്ച് ഓടണം. ആ സഹോദരി പറഞ്ഞല്ലോ, കുറെ കാലം ശ്രമിച്ചു, വിടത്തില്ല. പക്ഷെ എല്ലാം പൊട്ടിച്ചുകൊണ്ട് മുമ്പിലേക്ക് വന്നു. ഇപ്പോഴും നമ്മൾ മുമ്പിലേക്ക് ഓടുക. എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ കല്ലറ തുറക്കുമെന്ന്? എന്റെ കല്ലറ എന്നാ ഞാൻ പറഞ്ഞു. നിങ്ങളത് വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ 1000 ആണ്ട് കഴിഞ്ഞാലും ജാകത്തില്ലല്ലോ എന്ന രീതിയിലാണ്. നടക്കത്തില്ല. എന്തായാലും മരിക്കും. ഐ മീൻ കല്ലറയിൽ വച്ചില്ലെങ്കിൽ ഇപ്പൊ കർത്താവ് വന്ന നമ്മൾ രൂപാന്തരപ്പെടും.
അതാ ദൈവവചനത്തിന്റെ സത്യം എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കിടന്നുകൊണ്ട് ആമേൻ നെട്ടോട്ടം ഓടുന്നേ. ആമേൻ, സ്തോത്രം. നിത്യജീവൻ ഹല്ലേലൂയ ലഭ്യമാകുന്നില്ലെങ്കിൽ നിത്യമരണം മനുഷ്യന് വരും. ആ നിത്യമരണത്തിൽ തെറ്റൊഴിയാൻ ഈ ദൈവദാസന്മാരൊക്കെ വന്ന് ചങ്കുപൊട്ടി പറയുമ്പോൾ നിങ്ങൾ ഉപേക്ഷയായിട്ട് എടുക്കരുത്. ഏത് വിധേനയും ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്നതാണ് ആമേൻ ദൈവവചനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവചനങ്ങൾ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ നിൽക്കണം. ഹല്ലേലൂയ. യേശു ഉയർത്തത് കൊണ്ട് നമ്മൾ ഉയർക്കും. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രസക്തി. സ്തോത്രം. യേശു ഉയർത്തില്ലെങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥമാണ്. പ്രസംഗിച്ചിട്ട് ഒരു കാര്യവുമില്ല, വേറെ എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. യേശു ഉയർത്തത് കൊണ്ട് നമ്മൾ ഉയർക്കും. അത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നമുക്ക് പങ്ക് കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അവർക്ക് ഹല്ലേലൂയ ആമേൻ യേശുവിനോടൊപ്പം, അവർ മാത്രം യേശുവിനോടൊപ്പം 1000 ആണ്ട് ആമേൻ ഹല്ലേലൂയ വാഴും. ആര്? ആമേൻ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് കിട്ടിയവർക്ക് മാത്രം 1000 ആണ്ട് യേശുവിനോടൊപ്പം വാഴാൻ പറ്റും. യേശുവും നമ്മളുമായി ഒരുമിച്ച് വാഴും. എത്രത്തോളം നീ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമോ അത്രയും കർത്താവിനോടൊപ്പം വാഴാൻ നിനക്ക് അവസരമുണ്ട്. ജീവിക്കാനല്ല, വാഴാൻ അവസരമുണ്ട്. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. നമുക്കിനി ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് ഈ യേശു കർത്താവിന്റെ മടങ്ങി വരവും 1000 ആണ്ട് വാഴ്ചയും. സ്തോത്രം. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെയായിരിക്കുന്ന. ഹല്ലേലൂയ. ശ്രദ്ധിക്കത്തില്ല. ക്രൂശിൽ കിടന്ന് മരിച്ച കള്ളൻ, ക്രൂശിൽ മരിച്ച കള്ളൻ. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ അകത്ത് പ്രത്യാശയുടെ തീ കത്തണമെന്ന് എൻ്റെ ആഗ്രഹം. ഇരിക്കാൻ പറ്റരുത്. സ്തോത്രം. പ്രത്യാശയിൽ നിറഞ്ഞുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പ്രത്യാശയിൽ നിന്ന് വെളിപ്പെടുന്ന ആരാധന അസാധാരണം. ക്രൂശിൽ 2 കള്ളന്മാരെ ക്രൂശിച്ചല്ലോ. സ്തോത്രം. 2 കള്ളന്മാരെ ക്രൂശിച്ചില്ലേ? ആമേൻ. ഒരുത്തൻ കിടന്നുകൊണ്ട് എന്നാ പറഞ്ഞത് കർത്താവിനോട്? 2 പേരിൽ ഒരാളെ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട കള്ളൻ എന്ന് പറയുന്ന പുള്ളി എന്നാ പറഞ്ഞേ? കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർക്കണം. കർത്താവ് എങ്ങനെ വരും? രാജ്യത്വം പ്രാപിച്ചു വരും. ക്രൂശിലെ കള്ളം പറയുക, രാജ്യത്വം പ്രാപിച്ചു വരും, എന്നെ ഓർക്കണം. നിങ്ങൾ മനസ്സിലാക്കണേ, മോഷ്ടിച്ചും പിടിച്ചു പറിച്ചൊക്കെ ജയിലിൽ കിടന്നവനാ ഒരല്പസമയം ക്രൂശിന്റെ അരികിൽ കിടക്കുക. കർത്താവിനെ നിങ്ങൾ കാണണം. അടിച്ചു നുറുക്കി കണ്ടാൽ ആളല്ലാതെ തോന്നുന്ന ഒരു മാംസപിണ്ഡം പോലെ ക്രൂശി തൂക്കിക്കുക. ഈ കർത്താവിന്റെ അടുക്കൽ തകർന്നു കിടക്കുന്ന കർത്താവിനെ പലരും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു പോകുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇവന് വെളിപ്പാട് കിട്ടിയല്ലോ. 2023 ആണ്ട് ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് ഇന്നില്ലാത്ത വെളിപ്പാട്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെളിപ്പാട്. 10-15 വർഷം ആരാധിച്ചിട്ട് അകം കത്തി സ്തുതിക്കാൻ പറ്റാത്ത വെളിപ്പാട്. ഏത് വെളിപ്പാട്? യേശു രാജാവായി വരും എന്ന വെളിപ്പാട്. യേശു രാജാവായി വരുമെന്ന വെളിപ്പാട് അകത്ത് കത്താത്ത ഒത്തിരി പേരുണ്ട്. യേശു രാജാവായി വരും എന്ന ചിന്തയിലാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ക്രൂശിൽ നിറങ്ങണ്ട, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഓർക്കണം. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ പർദീസയിലിരിക്കും. കർത്താവിന്റെ രാജ്യത്വം, കർത്താവിന്റെ രാജവാഴ്ച വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന വിഷയം. അന്നവൻ നമ്മെ ഓർക്കണം, അന്ന് നമ്മൾ അവനോടൊപ്പം ഉണ്ടാകണം. അതിനാ യേശു മരിച്ചത്. അതിനാണ് വിശ്വാസവും, അതിനാണ് സ്നാനവും, അതിനാണ് വിശുദ്ധ ജീവിതം, അതിനാണ് വേർപാട്. എന്തെല്ലാം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഷ്ഠിക്കുന്നുവോ അത് യേശു അപ്പനോട് ചേർന്ന് വാഴാനുള്ള ശ്രേഷ്ഠമായ അവസരത്തിന് വേണ്ടി മാത്രമാണ്. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 33 വരെ പെട്ടെന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 33 വരെ. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ആരുടെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല? യേശുവിന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകത്തില്ല. നിത്യരാജ്യത്വം. മറിയോട് ദൂത് പറയാ, നടക്കാത്ത കാര്യങ്ങൾ 5-6 കാര്യങ്ങൾ അവിടെ ഉണ്ട്. നടക്കാതെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ആ ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആമേൻ, സ്തോത്രം. അവളോട് ദൂത് പറയാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. കല്യാണം കഴിഞ്ഞിട്ടില്ല, പുരുഷനെ അറിയാതെ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്ന ദൂത് ലോക മനുഷ്യന്റെ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കാത്തതാണ്. പുരുഷനെ അറിയാതെ ഒരു സ്ത്രീ പ്രസവിക്കുന്ന മകനായിരിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കും. ഇതെല്ലാം ജനനത്തിന് മുമ്പേ പ്രവചിച്ചു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ജനനത്തിന് മുമ്പേ ദൂതൻ പറഞ്ഞു, ഒരുമിച്ച് പറഞ്ഞ ദൂത. ഒറ്റ ഹല്ലേലൂയ ദിവസം മുഖത്ത് നോക്കി മറിയോട് പറഞ്ഞ ദൂത. അതിൽ ഹല്ലേലൂയ ഇന്നത്തെ പോലത്തെ അൾട്രാസൗണ്ട് സ്കാനോ ഒന്നുമില്ല. പക്ഷെ പറഞ്ഞു, ജനിക്കുന്ന മകനായിരിക്കും, യേശു എന്ന് പേരിടണം, പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇന്ന്
നടക്കാത്ത കാര്യം, ലോക ചരിത്രത്തിൽ നടന്നിട്ടില്ല, അതിനു മുമ്പും പിൻപും നടക്കാത്ത ഒരു വിഷയം ദൂതൻ പറഞ്ഞു അത് സംഭവിക്കും. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. സംഭവിച്ചല്ലോ, സംഭവിച്ചെന്ന് വിശ്വസിക്കുന്നല്ലോ. കൃത്യമായിട്ട് അത് ആണായിരുന്നല്ലോ. കൃത്യമായിട്ട് യേശു എന്ന് തന്നെ പേര് വിളിച്ചല്ലോ. മുന്നമേ പറഞ്ഞ ആ കാര്യങ്ങൾ നടന്നു. 2 ഹല്ലേലൂയ, നീ വലിയവനാകുമെന്ന് പറഞ്ഞു. വലിയവനാകുമെന്ന് പറഞ്ഞു ദൂതൻ. വലിയവനായില്ലേ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കടലിന്റെ മീതെ നടന്ന് മരിച്ചവനെ ഉയർപ്പിച്ച് ആമേൻ അസാധാരണ അത്ഭുതങ്ങളെ, അസാധാരണ അടയാളങ്ങളെ ചെയ്തുകൊണ്ട് ആമേൻ വലിയവനാകുമെന്ന ദൂത് ആമേൻ സ്തോത്രം നിറവേറി. ഒരു സമയമെടുത്തുവെങ്കിലും അത് നിറവേറി. സ്തോത്രം. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന ദൈവത്തിന്റെ വചനം നിറവേറി. യേശു കർത്താവ് സ്നാനപ്പെട്ട് ആമേൻ ഹല്ലേലൂയ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ സ്വർഗം തുറന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സ്വർഗം അംഗീകരിച്ചു. സ്തോത്രം. അത് തന്നെയാണ് സ്നാനത്തിൽ നമ്മയും സ്വർഗം അംഗീകരിക്കുന്നത്. തിരിച്ചറിയണം, ഈ പ്രവചനമെല്ലാം നിറവേറി. ഒറ്റ കാര്യം മാത്രം അതിൽ പറഞ്ഞതിൽ നിറവേറാൻ ബാക്കിയുണ്ട്. മക്കളെ, 5 കാര്യം പറഞ്ഞു, 4 നിറവേറിയെങ്കിൽ 5 നിറവേറത്തില്ലേ? 5 കാര്യം ഒരുമിച്ച് പറഞ്ഞു, 4 നിറവേറിയെങ്കിൽ 5-മത്തത് നിറവേറത്തില്ലേ? 5-മത്തെ ഒറ്റ കാര്യമാണ് നിറവേറാനുള്ളത്. ആമേൻ സ്തോത്രം. ദൈവം യേശുവിനെ രാജാവാക്കും. എൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവന്റെ രാജ്യത്വത്തിന് അന്തം വരത്തില്ല. അപ്പൊ യേശു കർത്താവ് രാജാവായി ഭരിക്കുന്ന ഒരു സമയം വരുമെന്ന് മുന്നമേ ബൈബിൾ വിളിച്ചു പറഞ്ഞു. ആമേൻ സ്തോത്രം. ജനിക്കും മുമ്പേ പറഞ്ഞു ഞാൻ അതിലോട്ട് വരാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. ഇവിടെ ദൂതൻ പറഞ്ഞ സകല കാര്യങ്ങളും, അതിനോട് പറഞ്ഞ സകല കാര്യങ്ങളും നിറവേറി. ഈ പകൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ബൈബിളിൽ പറയുന്ന ആമേൻ ഏകദേശം കാര്യങ്ങൾ മുഴുവൻ നിറവേറി കഴിഞ്ഞു. കർത്താവിന്റെ വരവ് അടുത്തു. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ബൈബിൾ കൃത്യതയോടെ നിങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ ആമേൻ സ്തോത്രം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും നമ്മൾ ഹല്ലേലൂയ ഇപ്പോൾ എവിടെയാ ജീവിക്കുന്നത് എന്ന്. ഹല്ലേലൂയ. ഞാൻ ചുരുക്കമായി പറയട്ടെ, ബൈബിൾ അനുസരിച്ച് 7 സാമ്രാജ്യങ്ങൾ ഭൂമിയെ ഭരിക്കും. ഭൂമിയെ ഭരിക്കുന്ന 7 സാമ്രാജ്യങ്ങൾ ബൈബിൾ പറയുന്നതാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒത്തിരി ഫാസ്റ്റായിട്ട് പോകാൻ പറ്റത്തില്ല. എത്ര സാമ്രാജ്യം ഭരിക്കണം മനസ്സിലാക്കാനാ പറയുന്നത്. 7 സാമ്രാജ്യം ഭരിക്കണം. അതിൽ ഹല്ലേലൂയ 5-മത്തെ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. 5-മത്തെ സമയത്താ നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. ഇനി ഇവിടെ ഹല്ലേലൂയ 7-മത്തതിൽ മശിക ഭരിക്കും. 7-മത്തെ ഭരണം നടത്തുന്നത് മശികയായിരിക്കും. 5-ലെത്തി നിൽക്കുക. സ്തോത്രം. നമ്മൾ കേട്ട 1-മത്തെ പുനരുത്ഥാനത്തിൽ പങ്കു ലഭിക്കുന്നവൻ ഭാഗ്യവാനാണ്, വിശുദ്ധനാണ്. അവൻ 1000 ആണ്ട് കർത്താവിനോടുകൂടെ വാഴും. 1000 ആണ്ട് വാഴ്ച ചേർത്ത് 7 കാലഘട്ടങ്ങളാണ് ബൈബിൾ പറയുന്നത്. സ്തോത്രം. ആ 7 കാലഘട്ടത്തിൽ 5-ലാണ് നമ്മൾ നിൽക്കുന്നത്, കൃപായുഗം. അപ്പൊ ഇനി 2 ബാക്കി. 2 എന്ന് പറഞ്ഞാൽ 1 ബാക്കി. യേശുവിന്റെ വരവിന് 1 ബാക്കി. ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഹല്ലേലൂയ ബൈബിൾ, ദാനിയേൽ പ്രവചനം, യെഹെസ്കേൽ പ്രവചനം, സെഖരിയ പ്രവചനം, വെളിപ്പാട് പുസ്തകം, ഇത് ഹല്ലേലൂയ വായിക്കുന്നവരും പഠിക്കുന്നവരുമെങ്കിൽ വളരെ കൃത്യതയോടെ, വളരെ വ്യക്തതയോടെ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആമേൻ. നമ്മുടെ ഭൂമി വെറുതെ പോവുകയല്ല, കർത്താവിന്റെ വചനം അനുസരിച്ചാ പോകുന്നത്. വളരെ കൃത്യമാണ് ബൈബിൾ. കൃത്യമായിട്ട് ഹല്ലേലൂയ ആ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചാൽ മനസ്സിലാകും. സ്തോത്രം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കുറച്ചുകൂടെ സ്ലോയിൽ വരണോ? ക്ലോക്കും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. വലിയൊരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം കണ്ട് അദ്ദേഹം വ്യാകുലപ്പെടുന്നുണ്ട്. എന്നെ വളരെ ശ്രദ്ധിക്കണേ. സ്വപ്നം കേട്ട് വളരെ വ്യാകുലപ്പെടുന്നുണ്ട്. കാര്യം എന്താണെന്നറിയോ? കണ്ട സ്വപ്നം മറന്നു. അദ്ദേഹം രാജാവ് കണ്ട സ്വപ്നം മറന്നു. ആ സ്വപ്നം കണ്ട് മറന്ന് വ്യാകുലപ്പെടുന്നു. അപ്പൊ ഹല്ലേലൂയ ദാനിയേലിനെ വിളിക്കുക. ചുരുക്കി പറയാം, ദാനിയേല് കൃപയുള്ളവനാണ്. രാജാവ് സ്വപ്നം കണ്ടിട്ട് മന്ത്രവാദികളോടെല്ലാം പറഞ്ഞു. ദേശത്തിലെ സകല മന്ത്രവാദികളെയും വിളിച്ചു വരുത്തിയിട്ട്, അന്നത്തെ പ്രത്യേകത ഒത്തിരി മന്ത്രവാദികളുണ്ട്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. മന്ത്രവാദികളെ വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു മറന്നുപോയി, കണ്ട സ്വപ്നം ഇന്നതെന്നും അതിന്റെ അർത്ഥം ഇന്നെന്നും വ്യാഖ്യാനിക്കണം. ആമേൻ. അവരെല്ലാം പറഞ്ഞു നടക്കാത്ത കാര്യമാണ്. സാധാരണ എല്ലാവരും സ്വപ്നം കണ്ട് പറഞ്ഞാൽ ഞങ്ങൾ വ്യാഖ്യാനിക്കും. അപ്പൊ മന്ത്രവാദികൾ അവിടെ തന്നെ തോറ്റു. രാജാവ് പറഞ്ഞു എല്ലാ മന്ത്രവാദികളെയും കൊന്നുകളയാൻ പറഞ്ഞു. സ്തോത്രം. എന്റെ സന്തോഷത്തിനാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത് കേട്ടോ. ആമേൻ. നിങ്ങൾക്ക് സന്തോഷം വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാ മന്ത്രവാദികളെയും കൊല്ലാൻ പറഞ്ഞു. ദാനിയേൽ പറഞ്ഞു ആരെയും കൊല്ലണ്ട, ഞാനിവിടെ ഉണ്ട്. ദാനിയേൽ പറഞ്ഞു ആരെയും കൊല്ലണ്ട, ദൈവത്തിന്റെ ആത്മാവുള്ള ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. രാജാവിനോട് ചെന്ന് പറ, ദാനിയേൽ സ്വപ്നവും പറയും അർത്ഥവും പറയും. പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകത. നമുക്കിന്ന് ഇത് പിടികിട്ടിയിട്ടില്ല. നമ്മൾ ഈ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ട് ഇന്നും ഇതിന്റെ പുറകെ നമ്മൾ പോകും. ഏത് കഴിവില്ലാത്ത ദാനിയേൽ പറയുക, ജീവനുള്ള ദൈവമുണ്ട്, അവൻ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ ശക്തനാണ്, കണ്ട സ്വപ്നവും പറയും അതിന്റെ അർത്ഥവും പറയും. മന്ത്രവാദികൾ തോറ്റു. പെന്തക്കോസ്തിലൊന്നും ആരാധിച്ചിട്ട് പോലും ഇവന്റെയൊക്കെ പുറകെ കൈ നോക്കാനും രേഖ നോക്കാനും സമയം നോക്കാനും വാസ്തു നോക്കാനും ആമേൻ സ്തോത്രം തോറ്റോന്മാരുടെ പുറകെ പോകുന്ന ക്രിസ്ത്യാനിയെ കാണുമ്പോൾ ഭയങ്കര ലജ്ജയാ. സകലത്തിന്റെയും മീതെ വാഴുന്ന
സർവജ്ഞാനിയായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, അവന് തുല്യനായി ഒരുവനില്ല. അവനെ ആരാധിക്കുന്നെങ്കിൽ അവനെ മാത്രം ആരാധിക്കുക, വ്യക്തവും സ്പഷ്ടവുമായി ആ നല്ല കർത്താവിനെ. അതിനെ നിങ്ങൾ ആരും സ്തോത്രം പറയാത്തെ? തെറ്റ് പറ്റരുത്. ആമേൻ. ലോകത്തിന്റെ പുറകെ പോകരുത്. ആമേൻ. ധൈര്യത്തോടെ പറഞ്ഞു, എന്റെ ദൈവത്തിന് കാണാൻ പറ്റാത്തതൊന്നുമില്ല. എന്റെ ദൈവത്തിന് കാണാൻ പറ്റാത്തത്, ആമേൻ, സ്തോത്രം, ഒരു പിശാചിനെ സേവിക്കുന്നവന് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കരുത്. നിന്റെ ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്തതൊന്ന്, ആമേൻ, ഹല്ലേലൂയ, പിശാചിനെ സേവിക്കുന്നവൻ ചെയ്തു തരുമെന്ന് വിശ്വസിക്കരുത്. അതിന്റെ പുറകെ പോകരുത്. സ്തോത്രം. സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രത്തിന്റെയും പുറകെ പോയി സൃഷ്ടിയെ ഭജിച്ച് അതിന്റെ ശക്തിയെ കൂട്ടുപിടിച്ച് കർമ്മങ്ങളും മന്ത്രങ്ങളും, ആമേൻ, സ്തോത്രം, ആഭിചാര ക്രിയകളൊക്കെ ചെയ്ത് കൈ നോക്കുന്ന, മഷി നോക്കുന്ന, ആമേൻ, സ്തോത്രം, എന്തെല്ലാം പരിപാടികളുണ്ട്. അതിനെയൊക്കെ പോയി ഹല്ലേലൂയ കണ്ടു വണങ്ങുമ്പോൾ നീ വിളിച്ചു പറയുന്നത് നിന്റെ ദൈവം ബലഹീനനെന്ന. മുഴു പ്രപഞ്ചത്തെയും വാക്കുകൊണ്ട് ഉരുവാക്കിയ സർവശക്തനായ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യവും ചെയ്യരുത്. സ്തോത്രം. ദാനിയേൽ പറഞ്ഞു, ഞാൻ പറയാം. രാജകൊട്ടാരത്തിലെത്തി ദാനിയേൽ പറഞ്ഞു, രാജാവ് കണ്ട സ്വപ്നം എന്നെ മറന്നുപോയി. രാജാവ് സ്വപ്നം പറഞ്ഞു, അതിനെ ഹല്ലേലൂയ വ്യാഖ്യാനിക്കുകയും ചെയ്തു. സ്തോത്രം. കണ്ട സ്വപ്നത്തിലേക്ക് നമുക്ക്, ആമേൻ, കടന്നു വരാനായിട്ട് സമയമില്ല. ഞാൻ ആ ഒറ്റ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തെ ഒന്ന് പറഞ്ഞു ഉറപ്പിക്കണം. കേൾക്കാൻ സന്തോഷമുള്ളവർ മാത്രം ഒന്ന് കർത്താവിനെ നന്നായി സ്തുതിച്ചേ. നല്ല ഹല്ലേലൂയ പറ. വലിയ കാര്യമല്ലേ ഞാൻ പറയുന്നത്. അപ്പം നല്ല സ്തോത്രത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം, ആമേൻ, ഞാൻ വളരെ ശക്തിയോടെ ഒന്ന് ശുശ്രൂഷിച്ചു. ഇന്നലെ മണിക്കൂർ കണക്കിന് ഞാനൊന്ന് ശുശ്രൂഷിച്ചു. ഇന്ന് ഞാൻ, എനിക്ക് എഴുന്നേക്കാനൊന്നും വയ്യെങ്കിലും ഞാൻ വന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് എല്ലാ ശുശ്രൂഷയും ചന്തമായിട്ട് ചെയ്തു. നല്ല ഗോതമ്പ് പുട്ടും തിന്ന് പഴവും പുട്ടും കൂടെ വെച്ച് പെരുക്കിയിട്ട് വന്നിരുന്ന് നിങ്ങൾ ഒരുമാതിരി പരിപാടി കാണിക്കല്ലേ. നല്ലതായിട്ട് കർത്താവിനെ സ്തുതിക്കണം. ഉപവസിക്കുന്നവരുണ്ട്, ഞാൻ പറയാൻ വിട്ടു, 7 ദിവസം ഉപവസിച്ചവരുണ്ട്. ഈ ഉപവാസത്തിൽ ഒത്തിരി പേർ പങ്കുചേർന്നു. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ശരീരം ബലഹീനപ്പെട്ടാൽ ആത്മാവിലെ ബലവും സന്തോഷവും മുഖത്ത് കാണണം കേട്ടോ. ഇടയ്ക്കൊക്കെ ഭയങ്കരത്തെ ദൂത് ഇഷ്ടപ്പെടുമെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് കൈ തരണം. അടിപൊളി പാസ്റ്റർ എന്ന് പറയണം. സ്തോത്രം. നമ്മൾ ഈ ഡാൻസ് ഒക്കെ കളിക്കുന്ന കണ്ടിട്ടില്ലേ? ഉത്സവങ്ങളിലും ഇതിലൊക്കെ ഡാൻസ് നടക്കുമ്പോൾ ഈ ആവേശം കയറുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? നമ്മളെ VBS-ലൊക്കെ നമ്മൾ കണ്ടു, അവിടെ എഴുന്നേറ്റ് നിന്ന് കളിക്കും. പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് കളിച്ചു, അവൻ പെന്തക്കോസ് അനുഭവം ഉള്ളവനാണ്. മറ്റേ ചാനലുകാർ പിടിച്ചിട്ട് ലൈവായിട്ട് എല്ലാവരും കണ്ടു. പിന്നെ 2-3 ദിവസം ടെൻഷൻ. ഇവൻ ഭയങ്കര വിശുദ്ധനെന്നായിരുന്നു നാട്ടിൽ. സ്തോത്രം. അപ്പം അവിടെ കിടന്ന് ഇവന്മാരെ കൂടെ ജാതികളെ കൂടെ കളിച്ച് മറിഞ്ഞു. സ്പിരിറ്റ് കയറുന്നത് അകത്ത്. സ്തോത്രം. അകത്ത് കയറുന്നതാ ആ സ്പിരിറ്റ്. ആചാരം ഈ വചനം കേട്ട് വല്ല സ്പിരിറ്റും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കയറിയ കർത്താവിനെ നന്നായിട്ട് സ്തുതിക്കണം. ആരും പറയും, ചിരിച്ച മുഖത്തോടെ, വാഞ്ചയോടെ, ആവേശത്തോടെ ഇരുന്ന് കേൾക്കണം. അല്ലാതെ പാസ്റ്റർ പറ ഞങ്ങൾ കേൾക്കാന്ന് പറഞ്ഞല്ല, ഒരുമിച്ച് ഹല്ലേലൂയ ശുശ്രൂഷിക്കാനിട വരണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ദാനിയേൽ കണ്ട സ്വപ്നം, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, 2-ാം അധ്യായം സ്വപ്നം കണ്ടു. നെബൂഖദ്നേസർ കണ്ട സ്വപ്നം കണ്ടു. അതിന്റെ വ്യാഖ്യാനത്തിലോട്ട്, ആമേൻ, ഹല്ലേലൂയ, സ്വപ്നം പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ഭാഗം 2:31 തൊട്ടാ. ഞാൻ 2 ദർശനങ്ങൾ വായിച്ച് കേൾപ്പിച്ചേച്ച് 1-2 കാര്യം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും. സ്തോത്രം. 2:31 തൊട്ട് ഞാൻ ഹല്ലേലൂയ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ഹല്ലേലൂയ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അത് വിശദീകരിക്കാൻ പറ്റത്തില്ല, വായിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. 31 തൊട്ട് ദാനിയേൽ രാജാവിനോട് പറയുക, രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുമുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും, നെഞ്ച് കയ്യും വെള്ളി കൊണ്ടും, വയറും അരയും താമ്രം കൊണ്ടും, തുട ഇരുമ്പ് കൊണ്ടും, കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതർ പോലെ ആയി ചേർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. അർത്ഥവും അടിയങ്ങൾ തിരുമനസ് അറിയിക്കാം. രാജാവെ, തിരുമനസ്സുകൊണ്ട് രാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും, ശ്രദ്ധിക്കണേ, മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കയിൽ തന്ന് എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് കൊണ്ട് തന്നെ. തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള 3-മതൊരു രാജ്യത്വം ഉത്ഭവിക്കും. 4-മത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അതൊക്കെ ഇടിച്ച് തകർത്ത് കളയും. കാലും
കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ട് ഉള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറേ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും ആയിരുന്നത് പോലെ രാജ്യത്വം ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടൽ കലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത്, ശ്രദ്ധിക്കണേ, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ജാതികൾക്ക് ഏൽപ്പിക്കപ്പെടത്തില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്ക് നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ വായിച്ചു വരുമ്പോൾ കുറെ രാജാക്കന്മാരുടെ കാലം, ആ രാജഭരണത്തെക്കുറിച്ച് ഒരു ബിംബത്തെ ദർശനം കൊടുത്തിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു വന്നിട്ട് പറയുന്നു, ഈ 44ാമത്തെ വാക്യം, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യത്വം സ്ഥാപിക്കും. ഏത് രാജ്യത്വം? യേശു കർത്താവ് വാഴുന്ന നിത്യരാജ്യത്വം സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. മനസ്സിലാകുന്നുണ്ടോ? വിശദീകരണം വേണം. ഒത്തിരി വിശദീകരിച്ചാലും മനസ്സിലാകത്തില്ല. പക്ഷെ ഒരു ആശയം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇടാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ അകത്തുണ്ട്. സ്തോത്രം. കാരണം ഇത് ദിവസങ്ങളെടുത്ത് വ്യാഖ്യാനിക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ വായിച്ച ആ പ്രവചന ഭാഗം. സ്തോത്രം. നമ്മൾ ഹാലുലിയ വല്ലവരും കണ്ട ബിംബം എന്നൊക്കെ പറഞ്ഞിരിക്കരുത്. നീയും ഞാൻ എത്തി നിൽക്കുന്ന അനുഭവത്തെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. ഇനി രണ്ടാമത് ദാനിയേലിനെ ദൈവം നാളുകൾ കഴിയുമ്പോൾ ദാനിയേലിനോട് ദൈവം ഇടപെട്ടു. ഇതുപോലെ കാലത്തെ വിവേചിച്ചുകൊണ്ട് ആര് ഭരിക്കും, ഭരിക്കുന്ന രാജാക്കന്മാരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, അതാ ഇതിനകത്തുള്ള ആ രാജാക്കന്മാർ എങ്ങനെയായിരിക്കും, അതേത് സാമ്രാജ്യമായിരിക്കും, ആമേൻ ഹല്ലേലൂയ എന്നതിൻ്റെ വിശദീകരണമാണ് ദൈവം കൊടുക്കുന്നത്. ഒത്തിരി വേദഭാഗങ്ങളിൽ കൃത്യമായ മറുപടി ആമേൻ സ്തോത്ര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. സ്തോത്ര. അപ്പൊ നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിച്ചിരുന്ന മനസ്സിലാകും. നിങ്ങൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഒരുങ്ങുകയും ചെയ്യണം. മറ്റൊന്നും ഇതിനകത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ കുറച്ചുകൂടെ നമ്മുടെ ചുവടുകൾ വെച്ച് കേൾക്കുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് വേഗത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. സ്തോത്ര. കാലങ്ങൾ മുമ്പിലേക്ക് പോകുമ്പോൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 7 വരെ വരുമ്പോൾ ദാനിയേലിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം, സമയമില്ലാത്തതുകൊണ്ട് ഈ 2 ദർശനവും ചേർത്ത് ഞാൻ 1-2 വാക്ക് പറയാം. രണ്ടും വിശദീകരിച്ച് പോകാതെ. രണ്ടും ഒരേ കാര്യമാണ്. വിവിധ ദർശനം എന്നുള്ള അർത്ഥം ഒന്നാണ്, കാര്യം ഒന്നാണ്. പക്ഷേ ഹല്ലേലൂയ വ്യത്യസ്തമായ രീതിയിൽ രണ്ടുപേരോട് ഇടപെട്ടു. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം, ഇന്നും നമ്മുടെ ദൈവം ദർശനങ്ങളിൽ കൂടെ ഇടപെടുന്നതാണ്. കാണുന്ന സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വ്യർത്ഥമെന്നെണ്ണരുത്. ഗൗരവമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മളാണെങ്കിൽ വായും പൊളിച്ചിരിക്കും. ഒരു ബിംബത്തെ കണ്ടു അല്ലേ, നമ്മൾ അന്ധകാര ശക്തി എന്ന് പറയും. സ്തോത്രം. ഇരുമ്പ് തല, അങ്ങ് വലിയ കാലം എന്നൊക്കെ നമ്മൾ പറയും പിശാചിന്റെ പോരെന്ന് പറയും. അങ്ങനെയല്ല, കണ്ണടച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ചാൽ അതിന്റെ അർത്ഥം കർത്താവ് വെളിപ്പെടുത്തി തരും. സ്തോത്ര. അത്ര ഭയങ്കരനായ ദൈവമാണ്. നോക്ക്, യുഗങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളെ തന്റെ ഭക്തനായ മനുഷ്യന് ദർശനത്തിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്തവൻ ഇന്നും ദർശനത്തിൽ കൂടെ സംസാരിക്കുന്നവനാണ്, സ്വപ്നത്തിൽ കൂടെ സംസാരിക്കുന്നവനാണ്. പ്രവചനങ്ങളും ആത്മീക കൃപകളും ഹല്ലേലൂയ ശക്തമായിട്ട് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നമുക്ക് വേഗത്തിൽ ഹല്ലേലൂയ 7-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 തൊട്ട് 7 വരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അനന്തരം ചില വിശദീകരണങ്ങൾ തന്ന് നമ്മൾ ഈ തിരുമേശയിലേക്ക് പോകും. 1-ാമത്തെ വാക്യം തൊട്ട് ഞാൻ വായിക്കാം. ബാബേൽ രാജാവായ ബെൽഷസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. പ്രാർത്ഥനയോടെ ഉറങ്ങണം, പ്രാർത്ഥനയോടെ കിടക്കണം. അവിടെ ദർശനങ്ങളും വെളിപ്പാടുകളും ഉണ്ടാകും. സ്തോത്രം. അപ്പൊ ഉണ്ടായ ഹല്ലേലൂയ കാര്യത്തിന്റെ സാരം ദാനിയേൽ വിവരിച്ചു. ദാനിയേൽ അത് വായിച്ച് ശ്രദ്ധിച്ച് കേൾക്കണേ. ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്നാൽ, ഞാൻ രാത്രി എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിനെതിരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിന് ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. അതിന് മനുഷ്യ ഹൃദയവും കൊടുത്തു. രണ്ടാമത്തേത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയല് കടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും
തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗത്തിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. താഴോട്ട് ഹല്ലേലൂയ അതിനെക്കുറിച്ച് വീണ്ടും വിശദീകരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിൽ സമയം പാഞ്ഞു പോകുക. നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ 2 ഭാഗം ചേർത്ത് വായിക്കണം. ഞാൻ തരുന്ന വിശദീകരണങ്ങൾ ചേർത്ത് നിങ്ങൾ വായിക്കണം. ഇവിടെ ഹല്ലേലൂയ ദാനിയേലിനോട് ദൈവം ഇടപെടുമ്പോൾ നിങ്ങൾ ആ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം, അവിടെയും അതിന്റെ അവസാന സ്തോത്രം ഹല്ലേലൂയ 13-ാമത്തെ വാക്യത്തിൽ വന്നാൽ, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദർശന ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു, അവനവന്റെ മുമ്പിൽ അടുത്ത് വരുമാറാക്കി എന്ന് പറഞ്ഞ് അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കാണാം. ആമേൻ സ്തോത്രം. 10-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം വായിച്ചതുപോലെ ആമേൻ ഈ ഹല്ലേലൂയ പറഞ്ഞ ഈ മൃഗത്തിന്റെ ദർശനം കൊടുത്ത അനന്തരം കർത്താവ് രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. വായിച്ചു പോയാൽ ഒത്തിരി ഭാഗം ഞാൻ വായിക്കണം, നമ്മുടെ സമയം അതിന് അനുവദിക്കുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ 2 ഭാഗത്തിന്റെ അകത്തും വേദപുസ്തകം വ്യക്തമാക്കുന്നത്, കൃത്യതയോടെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ആമേൻ സ്തോത്രം, യേശു കർത്താവ് മടങ്ങി വന്നിട്ട് നടക്കാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയും ആ 1000 ആണ്ട് കർത്താവിന്റെ ഭരണം നടക്കുന്നത് വരെ ഭൂമിയെ ഭരിക്കുന്നവരെയും കുറിച്ചാണ്. ഭൂമി ആരൊക്കെ ഭരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ 1-2 അക്കമിട്ട് പെട്ടെന്ന് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 2 കൂടെ ചേർത്ത് നിങ്ങൾ ചിന്തിക്കണം. 2-ാമത്തെ ഭാഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് സ്തോത്രം. അതിനകത്ത് ഹല്ലേലൂയ വളരെ ആമേൻ സ്തോത്രം വ്യക്തതയോടെ ദാനിയേൽ ഹല്ലേലൂയ ദർശനം കാണുമ്പോൾ ആമേൻ സ്തോത്രം ആമേൻ ചില മൃഗങ്ങളെ കുറിച്ചും ചില മൃഗത്തെ കുറിച്ച്, ആ മൃഗങ്ങൾ കയറി വരുന്നതും അതിന്റെ രൂപങ്ങൾ, അതിന് കൊമ്പ് മുളയ്ക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഹല്ലേലൂയ ഭരണത്തിന്റെ സ്വഭാവമാണ്. 1-ാമത്തെ ബിംബത്തെ കുറിച്ച് നമ്മൾ കണ്ട് അതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓരോ രാജ്യത്വം ഓരോ രാജാക്കന്മാരുടെ കാലത്ത് എങ്ങനെയായിരിക്കുമെന്ന് ആ ബിംബത്തിന്റെ ഓരോ ഭാഗം വെച്ചുകൊണ്ടാണ് ആ വെളിപ്പാട് ദാനിയേൽ എന്ത് ചെയ്തത്, വിശദീകരിച്ചത്. ഇവിടെ ഹല്ലേലൂയ മൃഗത്തെ കുറിച്ചാണ് ആമേൻ ഹല്ലേലൂയ നമ്മൾ കണ്ടത് സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ദർശനം 2നും അർത്ഥം ഒന്നാണ്. ആമേൻ സ്തോത്രം. ദൈവം ആമേൻ ലോകത്തെ സാമ്രാജ്യ ശക്തികളെ ഏൽപ്പിക്കും. സാമ്രാജ്യ ശക്തികളെ കുറിച്ച്, ആ രാജ്യം ഭരിക്കുന്ന രാജ്യമല്ല, ലോകം ഭരിക്കുന്ന സാമ്രാജ്യ ശക്തികളെ കുറിച്ചാണ് ആ ദർശനത്തിന്റെ അകത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആയുസോടെ മുമ്പോട്ട് പോയാൽ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ്. അത് കൃത്യമായിട്ട് ചെയ്യും. പക്ഷെ ഇന്ന് നമ്മൾ ദൈവസഭ, എൻ്റെ മനസ്സും ഒരു വല്ലാത്ത തിടുക്കം, ആമേൻ ദൈവസഭ കുറച്ചുകൂടെ ഇതിനകത്ത് രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം, സ്നാനപ്പെട്ടിട്ട് പിന്മാറിപ്പോയവർ, അകം കത്താത്തവർ, വചനം കേൾക്കുമ്പോൾ തുച്ഛീകരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഗൗരവത്തോടെ വരണം. ഒരു മടങ്ങി വരവോടെ വീണ്ടും നമ്മൾ തിരുസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം എന്ന ഏക ചിന്തയിലാണ് ഞാൻ ഈ സന്ദേശം പറയുന്നത്. സ്തോത്രം. ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ശക്തിയോടെ സ്തുതിച്ചേ. സ്തോത്രം. ഇവിടെ 1-ാമത്തെ ഹല്ലേലൂയ ആ ബിംബം ഞാൻ ഈ മൊത്തം പറയുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഒരു കണക്ഷൻ കിട്ടും. അത് ഗൗരവത്തിലെത്തിയാൽ സന്തോഷം. സ്തോത്രം. 1-ാമത് കണ്ട മൃഗം സിംഹത്തോട് സദൃശ്യമെന്ന ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കുന്നവർ, അറിവുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കണം. അത് കൃത്യതയോടെ നിങ്ങൾ ചരിത്രവും ബൈബിളും നിങ്ങൾ പഠിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ പഠിച്ചാൽ, അത് ഈ ഭൂമിയവാണ് ബാബിലോണ്യ സാമ്രാജ്യത്തെ കുറിച്ച് ആ പ്രവചനം കിടക്കുന്നത്. ബാബിലോണ്യ സാമ്രാജ്യത്തെ കുറിച്ച് BC 606 മുതൽ BC 538 വരെ ആമേൻ ലോകത്തെ വിറപ്പിച്ച, അല്ലെങ്കിൽ സിംഹത്തെ പോലെ അലറിക്കൊണ്ട് ദേശത്തെ ലോകത്തെ ഭരിച്ച ആമേൻ സ്തോത്രം ബാബിലോണ്യ ആമേൻ സ്തോത്ര സാമ്രാജ്യത്തെ കുറിച്ചാണ് 1-ാമത്തെ പ്രവചനം കിടക്കുന്നത്. ഞാൻ മറ്റൊരു അവസരത്തിൽ ഞാനത് വിശദീകരിക്കാം. പക്ഷെ നിങ്ങളുടെ തലയ്ക്കകത്ത് ഈ കിടക്കണം. ഞാൻ ഈ പറയുന്ന ആ സാമ്രാജ്യങ്ങൾ, ആ ഭരണം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടച്ചാൽ നമുക്ക് പെട്ടെന്നൊരു വലിയ വിശ്വാസം, കർത്താവിന്റെ വരവ് സംഭവിക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ ഭരണം നടക്കും എന്ന് നമുക്ക് ബോധ്യം വരും. 1000 ആണ്ട് കർത്താവ് ഭരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 1000 ആണ്ട് യേശു കർത്താവ് ഭരിക്കുന്നതിന് മുമ്പുള്ള ഭരണകർത്താക്കളെ കുറിച്ചാണ് ദാനിയേല് പ്രവചിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു 7 സാമ്രാജ്യങ്ങൾ ഭരിക്കും. അതിൽ 5-ാമത്തതിൽ നമ്മൾ നിൽക്കുന്നു. ഇനി 6-ാമത് ഒരുത്തൻ വരും. 7-ാമത് ആര് രാജ്യമേൽക്കും? അയ്യോ, ഇനി 6-ാമത് ഒരുത്തൻ ഇവിടെ ഭരിക്കും. അത് കഴിഞ്ഞാൽ യേശു കർത്താവ് രാജ്യഭരണമേൽക്കും. നമ്മൾ അവനോടൊപ്പം വസിക്കും. അതാണ് പറഞ്ഞത്. മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നെങ്കിൽ മാത്രം ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കുക. മനസ്സിലായവരാണ് സ്തുതിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ 1-ാമത്തത് ഹല്ലേലൂയ. ഈ വർഷങ്ങളൊക്കെ നിങ്ങൾ വേണമെങ്കിൽ കുറിച്ചിട്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളെടുത്ത് നോക്കണം. ബാബിലോണ്യ സാമ്രാജ്യം, ഒരുപാട് വിശദീകരണങ്ങൾ അതിനെക്കുറിച്ച് വേണം. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ അധിക സമയം ഹല്ലേലൂയ ആ സാമ്രാജ്യം നിന്നില്ല. ബൈബിള് പഠിക്കുന്നവർക്കറിയാം. ആമേൻ നെബൂഖദ്നേസർ വന്ന് ആലയം തകർത്ത് ആലയത്തിലെ ഹല്ലേലൂയ ആമേൻ പാത്രങ്ങളെല്ലാം അപകരിച്ച് തൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു.
നെബൂഖദ്നേസർ ഹല്ലേലൂയ കൊണ്ട് തൻ്റെ ക്ഷേത്രത്തിനകത്ത് വെച്ചു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ചുരുക്കി പറയുക, പ്രവചന ഭാഗങ്ങളെ അതിനകത്ത് നടത്തിയെടുത്ത് വചനഭാഗം അറിയാവുന്നവർക്ക് മാത്രം മനസ്സിലാകും ഞാൻ ഈ പറയുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് ഞാൻ ഈ പറയുന്നത്, എഹെസ്കേൽ പ്രവചനത്തിൽ നിന്ന് പറയുന്നത്, വെളിപ്പാട് പുസ്തകമൊക്കെ മനസ്സിനകത്തുള്ളവർക്ക് പെട്ടെന്ന് പിടികിട്ടും. വെളിപ്പാട് പുസ്തകത്തിൽ ഈ മൃഗങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പിശാചിനെ കുറിച്ച്, എതിർ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതുള്ള മനസ്സിലുള്ളവർക്ക് പെട്ടെന്ന് ഇത് ക്ലിക്ക് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. കുറെ കാലം കഴിഞ്ഞപ്പോൾ സ്തോത്രം ഈ ആലയമുഖ പാത്രമൊക്കെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ അവന്റെ ക്ഷേത്രത്തിനകത്ത് വച്ച് നെബൂഖദ്നേസർ ഹല്ലേലൂയ മുമ്പിലേക്ക് പോകുമ്പോൾ സ്തോത്രം തൻ്റെ മകൻ ബെൽഷസ്സർ രാജാവായി. നെബൂഖദ്നേസർ കഴിഞ്ഞ് തൻ്റെ മകൻ ആ സാമ്രാജ്യത്വത്തിനെ കുറിച്ച് പഠിച്ചാൽ ബെൽഷസ്സർ രാജാവായി. ഒരിക്കൽ ബെൽഷസ്സർ എന്ത് ചെയ്തു? തൻ്റെ വെപ്പാട്ടികളും എല്ലാവരെയും വിളിച്ച്, ഉന്നതന്മാരെയൊക്കെ വിളിച്ച് വലിയൊരു വിരുന്ന് നടത്തി. ബൈബിളാ പറയുന്നത്. ആ വിരുന്ന് നടത്തിയപ്പോൾ സ്തോത്രം ഈ ദേവാലയത്തിലെ വക പാത്രം തൻ്റെ അപ്പൻ എടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ചതിനെയൊക്കെ എടുപ്പിച്ച് അതിൽ വീഞ്ഞൊഴിച്ച് തൻ്റെ വെപ്പാട്ടികളും ഇവരെല്ലാവരും കൂടെ കുടിച്ചെന്ത് ചെയ്തു? തിമിർത്തു. സ്തോത്രം. ദൈവത്തിന് ഹിതകരമല്ലാത്തത് ചെയ്തു. ദൈവത്തിന് ഹിതകരമല്ലാത്തത് ചെയ്തപ്പോൾ സ്തോത്രം ദൈവത്തിന്റെ കോപം ഇറങ്ങി. പാപം ചെയ്താൽ ദൈവത്തിന്റെ കോപം വരും. ദൈവത്തിന്റെ വിരൽ ഭിത്തിയിൽ എഴുതി, മെനെ മെനെ തെക്കയിൽ ഉർഫാസീൻ എഴുതി. വായിക്കാൻ പറ്റിയില്ല, ഗ്രഹിക്കാൻ പറ്റിയില്ല. രാജാവിന്റെ അരയുടെ ഏപ്പളകി വിറയ്ക്കാൻ തുടങ്ങി. ദൈവകരം ഇന്ന് വെളിപ്പെട്ടാലും അങ്ങനെ തന്നെ നാളെയുടെ നീളെ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബൈബിൾ ചോദിക്കുന്നു, കാര്യം തീർക്കുന്ന നാളില് നിന്റെ കരം ബലത്തോടെ ഇരിക്കണം. നിനക്ക് പ്രാഗൽഭ്യത്തോടെ ദൈവസന്നി നിൽക്കാൻ പറ്റണം. ലജ്ജ കൂടാതെ ദൈവം മുമ്പാകെ നിൽക്കാൻ പറ്റണം. സ്തോത്രം. ഞാൻ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പോൾ കർത്താവ് ഇതിനകത്തോട്ട് കയറി വന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ യേശു കയറി വന്ന നമ്മുടെ അവസ്ഥ എന്നതാ? ഞാൻ പറയും ഹല്ലേലൂയ, ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും ഓടി മരത്തിന്റെ ചോട്ടിൽ പോയതുപോലെ മറയാൻ ഇടം അന്വേഷിക്കേണ്ടി വരുന്ന ഗതികേട് വരരുത്. പ്രാണപ്രിയനായ, സർവശക്തനായ, സർവാംഗരൂപനായ, പരിശുദ്ധനായ ദൈവത്തെ കാണുമ്പോൾ ഓടി ഒളിക്കാൻ ഇടവരരുത്. പുഞ്ചിരിയോടെ ഓടിച്ചെല്ലാൻ കർത്താവ് ഓടി വന്ന് നമ്മെ എതിരേൽക്കാൻ ഇടവരുന്ന അളവിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം, മനസ്സൊക്കെ ശുദ്ധമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കേണ്ട ആവശ്യമുണ്ട്. സ്തോത്രം. ഇവിടെ ദൈവകോപത്തിന്റെ ഹല്ലേലൂയ വിരൽ എഴുതി കാണിച്ചു. സ്തോത്രം. അർത്ഥം അറിയത്തില്ല, എഴുതിയതെന്തെന്ന് അറിയത്തില്ല. ദാനിയേലിനെ വിളിച്ചു, വീണ്ടും ദാനിയേലിനെ വിളിച്ചു. ദാനിയേൽ അപ്പോൾ പ്രായമേറെയായി. ദാനിയേലിനെ വിളിച്ചു. ദാനിയേൽ വന്ന് വായിച്ചു. രാജാവേ, ദൈവം സംസാരിച്ചു. സ്തോത്രം. ദൈവം സംസാരിച്ചു. എന്നാന്നറിയോ? എഴുതിയതിന്റെ അർത്ഥം പറയുക, നിന്നെ ദൈവം തുലാസിൽ തൂക്കി നോക്കി. ഞാൻ ഇടയിൽ പറയട്ടെ, ഇടയ്ക്കിടയ്ക്ക് ദൈവം നമ്മെ തൂക്കി നോക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മെ തൂക്കി നോക്കും. രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എഴുതിയതാണ്, നിന്നെ തൂക്കി നോക്കി, നീ കുറവുള്ളവനായി. അർത്ഥം, നീ ഭരിക്കാൻ കൊള്ളത്തില്ല. എന്നെ തൂക്കി നോക്കിയിട്ട് ദൈവം ഇത് പറഞ്ഞ, നീ ഇനി പ്രസംഗിക്കാൻ കൊള്ളത്തില്ല, മാറാൻ പറഞ്ഞ ഞാൻ മാറേണ്ടി വരും. ഭയത്തോടെ നമ്മൾ ദൈവസന്നി നിൽക്കണം. എൻ്റെ കർത്താവ് എന്നെ തൂക്കി നോക്കുമ്പോൾ കൊള്ളത്തില്ല എന്ന് തോന്നിയാൽ, കൊള്ളത്തില്ലെന്ന അർത്ഥം. സ്തോത്രം. അവനെ മാറ്റുമെന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. ദർശനമൊക്കെ യവന്മാര് വെള്ളം അടിച്ചു കിടന്നുറങ്ങി. നിങ്ങൾക്ക് ആ ഭാഗം പഠിച്ചാൽ അറിയാം. അന്ന് രാത്രി ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. മരിച്ചെന്നല്ല, കൊല്ലപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ആ സാമ്രാജ്യത്തിന്റെ അസ്തമയമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അസ്തമയം. അന്ന് രാത്രി സ്തോത്രം. അടുത്ത സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ കണ്ടു. രണ്ടാമത്തത് കരടിയോട് സദൃശ്യം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. സ്തോത്രം. കരടിയോട് സദൃശ്യം. അത് മേദ്യ പാഴ്സ്യ സാമ്രാജ്യം. നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചവർക്ക് അറിയാം. ഇപ്പൊ ഇതൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. മേദ്യ പാഴ്സ്യ സാമ്രാജ്യം. ഇവർ ഹല്ലേലൂയ മദ്യപിച്ച് ഉറങ്ങുക. കോട്ടവാതിൽ അടയ്ക്കാതെ ഉറങ്ങി. അന്നേരം തിരുവഴുത്തിൽ പറയുന്ന കോരേഷ് രംഗപ്രവേശനം. ആ രാത്രി കോരേഷ് സ്തോത്രം രംഗപ്രവേശനം ചെയ്ത് ബെൽഷസ്സറിനെ കൊന്നു, സാമ്രാജ്യം പിടിച്ചെടുത്തു. കോരേഷിനെ കുറിച്ച് അറിയാമല്ലോ. ഞാൻ തന്നെ എത്രയോ പ്രസംഗിച്ചു. യെശയ്യാവ് 45:1-4 വരെ കോരേഷിനെ കുറിച്ച് കാണാം. ശ്രദ്ധിച്ച് കേൾക്കണം. അത് കോരേഷ് ജനിക്കും മുമ്പേ, കോരേഷിന്റെ അപ്പൻ ജനിക്കും മുമ്പേ യെശയ്യാവ് പ്രവചിച്ച പ്രവചനം. ഒന്നുകൂടെ പറയട്ടെ, കോരേഷ് ജനിച്ചിട്ടില്ല, കോരേഷിന്റെ പിതാവ് ജനിച്ചിട്ടില്ല. അതിനു മുമ്പേ സർവശക്തനായ ദൈവം പറഞ്ഞു, കോരേഷ് എന്ന് പറയുന്ന ഒരുത്തൻ ജനിക്കും. കൃത്യം അവന്റെ അപ്പൻ ജനിച്ചു. അവന്റെ അപ്പനിൽ കോരേഷ് ജനിച്ചു. ജനിച്ചപ്പോ അപ്പനും അമ്മയ്ക്കും തെറ്റാതെ പേരിട്ടു കോരേഷ് എന്ന്. സ്തോത്രം. ആ കോരേഷ് ആ രാത്രി ഇതിനകത്ത് കയറി. പ്രവചനത്തിന്റെ നിവർത്തിയാണ് ഞാൻ പറയുന്നത്. കയറിയവനെ കൊന്നു. ഈ ആലയം വക പാത്രമെല്ലാം ഇവൻ കൊണ്ടുവന്നതിനൊക്കെ പുള്ളി പിടിച്ചെടുത്തു. സ്തോത്രം. സ്തോത്രം. ഇവനെ കുറിച്ച് ഹല്ലേലൂയ കരടിയോട് സദൃശ്യമായിട്ട് വേദപുസ്തകം വിവരിച്ചിരിക്കുന്ന. സ്തോത്രം. 200 കൊല്ലം അവന്റെ സാമ്രാജ്യം നിന്നു, കോരേഷിന്റെ സാമ്രാജ്യം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിന്റെ 1-2 വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. 45-1-2. യഹോവ തന്റെ അഭിഷിക്തനായ കോരേഷിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ
ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. മതി നോക്ക്. കോരശ് ജനിക്കും മുമ്പേ കോരശ് എന്ന് പറയുന്ന മനുഷ്യന് ദൈവം ബലം കൊടുക്കുമെന്നും അവൻ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കുമെന്നും സ്തോത്രം കഥകൾ അവന്റെ മുമ്പിൽ അടയത്തില്ലെന്നൊക്കെ ഉള്ള ശക്തമായ പ്രവചനം പറഞ്ഞ് വചനം പറഞ്ഞതുപോലെ തന്നെ ശക്തമായി നിന്ന ബാബിലോണിയ സാമ്രാജ്യത്തെ ആര് തകർത്തു? കോരശ് തകർത്തു. ബാബിലോണിയ സാമ്രാജ്യത്തെ കോരശ് തകർത്തു. സൈറസ് കോരശ് ഹാലലുയ തകർത്ത് ഈ പറഞ്ഞ രണ്ടാമത്തെ മേദ്യ പാഴ്സ്യ സാമ്രാജ്യം ഇവിടെ ഭരണം തുടങ്ങി. അത് 200 വർഷം ഭരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. സ്തോത്രം. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റും. സ്തോത്രം. ഹാലലുയ 11 ചക്രവർത്തിമാരാണ് ആ മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തിൽ ഭരിച്ചത്. ഞാൻ വിശദീകരിക്കാതെ പോവുക, പേജുകൾ മാറിപ്പോവുക. സ്തോത്രം. കാരണം നമുക്ക് സമയമില്ല. 11 ചക്രവർത്തിമാര് ആ മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തെ ഭരിച്ചു. സ്തോത്രം. ഹാലലുയ. എന്നാൽ മഹാനായ അലക്സാണ്ടർ വന്നിട്ട് മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തെ തകർത്ത് കളഞ്ഞു. മേദ്യ പാഴ്സ്യ സാമ്രാജ്യത്തെ ആര് തകർത്തു? അലക്സാണ്ടർ തകർത്ത് കളഞ്ഞു. ചിലർക്കെങ്കിലും പേര് അറിയാൻ പറ്റുമെന്ന് എന്റെ വിശ്വാസം. നിങ്ങൾ ചെറുതായിട്ടൊന്ന് പഠിക്കാൻ മനസ്സ് വെച്ചാൽ കൃത്യതയോടെ പഠിക്കാൻ പറ്റും. സ്തോത്രം. അങ്ങനെ മൂന്നാമത്തെ സാമ്രാജ്യം, പുള്ളിപ്പുലിക്ക് സദൃശ്യമായ സാമ്രാജ്യം ദർശനത്തിൽ കണ്ടത് ഗ്രീക്ക് സാമ്രാജ്യമാണ്. ഈ ഗ്രീക്ക് സാമ്രാജ്യം പുള്ളിപ്പുലിക്ക് സമാനമായ സാമ്രാജ്യം. അലക്സാണ്ടർ തന്റെ 19ാമത്തെ വയസ്സിൽ, ശ്രദ്ധിച്ചു കേൾക്കണേ, തന്റെ അപ്പനായ ഫിലിപ്പുമായിട്ട് കിരീടത്തൊരു തർക്കമുണ്ടായി. സ്തോത്രം. അവൻ തർക്കിച്ച് ഉടക്കുണ്ടാക്കി ഇറങ്ങി. 30,000 വരുന്ന സ്തോത്രം അവന്റെ കുതിരപ്പടയും കാലാൾപ്പടയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ലോകം മുഴുവൻ പുള്ളിപ്പുലിയെ പോലെ സഞ്ചരിച്ച് അവൻ വെട്ടിപ്പിടിക്കാൻ തുടങ്ങി. ഇതെല്ലാം നമുക്കറിയാം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓടി നടന്ന് ഭൂലോകം മൊത്തം അവൻ എന്ത് ചെയ്തു? വെട്ടിപ്പിടിച്ചു. അലക്സാണ്ടർ അവൻ ഹാലലുയ ഭരണം പിടിച്ചെടുത്തു. അതാ ഹാലലൂയ ആ പ്രവചനം. സ്തോത്രം. അവൻ ഹാലലൂയ ഭരണം പിടിച്ചെടുത്തു. അധിക കാലം നീണ്ടില്ല. വെറും 9 വർഷം അവൻ ഭരിച്ചു. അവൻ ഹാലലൂയ കഠിനമായ മദ്യപാനിയായി, മദ്യത്തിന്റെ അടിമയായവന് രോഗിയായി അവന്റെ ഹാലലൂയ അന്ത്യം വളരെ വേഗത്തിൽ സംഭവിച്ചു. അതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്നതാണ് അലക്സാണ്ടറിനെ കുറിച്ച്. ആളെന്ത് ചെയ്തു? മരിച്ചുപോയി. സ്തോത്രം. ഈ പുലിയെ കുറിച്ചുള്ള ദർശനം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അതിന് 4 ചിറകുണ്ടെന്ന് നിങ്ങൾ കണ്ടു. സ്തോത്രം. എനിക്ക് സമയമില്ല. 4 ചിറകുണ്ട്. 4 ചിറക് അവന്റെ 4 ഭരണാധിപന്മാരായിരുന്നു. ആള് മരിക്കുമ്പോൾ അവന്മാരെ ഭരണമേൽപ്പിച്ചിട്ട് പോയി 4 ഭരണാധികാരികൾ. സ്തോത്രം. ആ 4 ഭരണാധികാരികൾ ഭരണം നടത്തി. 2 പേർ വീണു, 2 പേർ ഉയർന്നു. സ്തോത്രം. ഇവരുടെ ഇടയിൽ നിന്നാണ് സ്തോത്രം അടുത്ത സാമ്രാജ്യം ഹാലലൂയ ഉടലെടുത്തത്. സ്തോത്രം. ഹാലലൂയ പുള്ളിപ്പുലിക്ക് സമാനമായ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഭരണം കഴിഞ്ഞ്. സ്തോത്രം. സ്തോത്രം. അവന്റെ സ്തോത്രം അതായത് അലക്സാണ്ടറിന്റെ സൈന്യാധിപന്മാരായിരുന്ന 4 പേർ, അതിൽ 2 പേർ വലിയ വാഴ്ച നടത്തി. നിങ്ങളത് ശ്രദ്ധിക്കണം. സ്തോത്രം. ഞാനത് വിശദീകരിക്കുന്നില്ല. സ്തോത്രം. ഹാലലൂയ. ഈ ഹാലലൂയ രാജാക്കന്മാരാണ് നമ്മൾ അവസാനം വായിച്ചത്. ഇരുമ്പ് പല്ലുകൊണ്ട് തിന്നും തകർത്തും പോയതുപോലെ സ്തോത്രം ഹാലലൂയ മുമ്പിലേക്ക് വന്നു. സ്തോത്രം. അവസാന ഹാലലൂയ മൃഗം ക്രൂരവും ഭയങ്കരവും അതിബലമുള്ളതുമായ മൃഗം ദർശനത്തിൽ കണ്ടത് അടുത്ത സാമ്രാജ്യം അത് ഹാലലൂയ റോമാ സാമ്രാജ്യമായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്ത് വന്ന ഗ്രീക്ക് സാമ്രാജ്യം കഴിഞ്ഞ് ഹാലലൂയ രൂപപ്പെട്ടതാണ് റോമാ സാമ്രാജ്യം. അത് ഇവരുടെ ഇടയിൽ നിന്ന് രൂപപ്പെട്ടത്. അത് ഏറിയ കാലം സ്തോത്രം ഇവിടെ ഭരിച്ചു. ആ റോമാ സാമ്രാജ്യം ഭരിച്ചപ്പോഴാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ക്രൂശിച്ച് കൊന്നത്. സ്തോത്രം. അപ്പൊ നമുക്ക് എല്ലാം മനസ്സിലായില്ലെങ്കിൽ ഏകദേശം ഒരു കണക്ഷൻ മനസ്സിലായി കാണും. റോമാ സാമ്രാജ്യം ഇവിടെ ഭരിച്ചപ്പോഴാണ് യേശു കർത്താവിനെ റോമാ സാമ്രാജ്യമാണ് ക്രൂശിച്ച് കൊല്ലാൻ വിധിച്ചത്. അപ്പൊ അതിനു മുമ്പുള്ള സാമ്രാജ്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ഹാലലൂയ സാമ്രാജ്യം പിന്നത്തെ 2ആയി പിളർന്നു. 2ആയിട്ട് പിളർന്നു. ഏത് സാമ്രാജ്യം? റോമാ സാമ്രാജ്യം 2ആയി പിളർന്നു. പിന്നെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ലോകം ഭരിക്കാൻ ദൈവം അവസരം കൊടുത്തിട്ടില്ല. കാരണം ദൈവത്തിന്റെ പ്രവചനം അത് അനുശാസിക്കുന്നില്ല. റോമാ സാമ്രാജ്യത്തോടു കൂടെ ഏക ആധിപത്യ ഭരണം അല്ലെങ്കിൽ ഒരുമിച്ച് ലോകത്തെ ഒരുത്തൻ ഭരിക്കുന്നത് നിർത്തി. പലരും അത് കഴിഞ്ഞ് ശ്രമിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രമിച്ചു. അവരുടെ കോളനി ഇവിടെയും കൊണ്ടുവന്നു. പക്ഷെ ദൈവം അനുവദിച്ചില്ല. പിന്നെ നെപ്പോളിയൻ എഴുന്നേറ്റു. നമുക്കറിയാം കാറൽ മാർക്സും ലെനിനും ജോസഫ് സ്റ്റാലിൻ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിയോടെ പരത്തി. അത് വേഗത്തിൽ വ്യാപരിച്ചെങ്കിലും ലെനിന്റെ മരണത്തോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു. ഇന്നതിന്റെ അവശിഷ്ടങ്ങളേ ഉള്ളൂ. ആർക്കും, ഞാൻ പറഞ്ഞത്, അതിനുശേഷം വന്ന ആർക്കും ഒരുമിച്ച് ഭരിക്കാൻ ദൈവം അനുവാദം കൊടുത്തില്ല. കാരണം ആ ബിംബത്തിന്റെ പ്രവചനം വരുമ്പോൾ അടുത്ത് പിന്നെ ഒരു ഏകലോക ഭരണം ഇല്ല.
പിന്നെ ഒരുമിച്ചുള്ള ഭരണമില്ല. പിന്നെ ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഞാൻ അറിവിലേക്ക് പറയാം, ഏറിയ കാലം പുറകിലേക്ക് ചരിത്രം പഠിക്കുന്നവരറിയാം. ഇപ്പോ ഈ ഭരണകാലം പഠിച്ച എല്ലായിടവും സ്തോത്രം, ഏക ഭരണം നീങ്ങണം, ജനാധിപത്യം വരണം. ഇപ്പോഴും ചില രാജ്യങ്ങളിൽ രാജഭരണമുണ്ട്, അവിടെയും ഉയരുന്ന ശബ്ദം രാജഭരണം മാറണം, ജനാധിപത്യം വരണം. ഞാനിത് പ്രസംഗിച്ചൊരു തോൽവിയാവുകയാണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനിതിന്റെ ഗൗരവം മറ്റൊരു ഉദ്ദേശം അതിനകച്ചില്ല. നമ്മൾ എത്രത്തോളം കർത്താവിന്റെ രാജ്യത്തോട് അടുത്തു എന്ന് ഗ്രഹിക്കണം. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ സാമ്രാജ്യങ്ങൾ ഭരിച്ചത് സത്യമാ, അത് കൃത്യതയോടെ ബൈബിൾ പറയുന്നുണ്ട്. ഇതിനേക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ, കാലക്കണക്കും ഒക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇത് കേട്ടിട്ട് നമ്മൾ അലർട്ടാകാതിരിക്കരുത്. അതിനുശേഷം വന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്തില്ല, ഒരുമിച്ച് വാഴാനായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കാനായിട്ട് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ഈ ഹല്ലേലൂയ ഈ റോമ സാമ്രാജ്യം ഇവിടെ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് വന്നു. അത് നമ്മുടെ അകത്ത് നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് വന്നു. അതിന്റെ ഭരണകർത്താക്കളും നിയമങ്ങളുമാണ് യേശുവിനെ ക്രൂശിച്ച് കൊന്നത്. അപ്പൊ ഇനി അതിന് ശേഷമുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് ബൈബിൾ പറഞ്ഞത്. സ്തോത്രം, ചില വിഷയങ്ങൾ ഈ ജനാധിപത്യത്തെ കുറിച്ചും അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരുമിച്ച് ഒരു ഹല്ലേലൂയ ശക്തിക്ക് ഭരിക്കാൻ പറ്റാതാകുന്നതും ഇടകലരാത്തതും ഉറപ്പില്ലാത്തതുമായ ഭരണങ്ങളും താണവനെ ഉയർത്തുന്നതൊക്കെ കുറേയേറെ കാര്യങ്ങൾ വേദപുസ്തകം പറയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് 5ാമത്തെ ഭരണകാലമാണ്. 4 ഞാൻ പറഞ്ഞു, 5ാമത്തെ ഭരണകാലമാണ്. ബൈബിൾ അനുസരിച്ച് അതിനെ പഠിച്ചാൽ കൃപായുഗം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സ്തോത്രം, അവിടുത്തെ ഭരണകാലത്തെ കുറിച്ച് ബൈബിൾ പറഞ്ഞത് സ്തോത്രം, ഭിന്നിച്ച് ഭരിക്കുന്ന അനുഭവമാണ്. സ്തോത്രം, ഒരു ഒറ്റയ്ക്കുള്ള എല്ലാ ഹല്ലേലൂയ സ്വേച്ഛാധിപതികളെയും ദൈവം ഒതുക്കി. ഒരു കാലത്ത് അവർ വാണ ചരിത്രമില്ല. പിന്നെ അത് വന്ന് ആരും നിലനിന്നില്ല. ഇപ്പൊ ഹല്ലേലൂയ നമ്മളും ഒരു ജനാധിപത്യ രാജ്യത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും അങ്ങനെ തോന്നുന്നില്ല എന്നത് സ്പഷ്ടമാണ്. പക്ഷെ അങ്ങനെയെന്നാ പറയുന്നത്. സ്തോത്രം, ശ്രദ്ധിച്ച് ചില കാര്യങ്ങളിലൂടെ കേൾക്കണേ. ഞാൻ കൃത്യസമയത്ത് അവസാനിപ്പിക്കാം. സ്തോത്രം, ഇവിടെ ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ചിന്തിച്ചാൽ പാസ്റ്റർ എത്ര സമയമാണ് ഇനി ഈ കാലം മുമ്പിലേക്ക് പോകുന്നത്? എത്ര സമയം വരെ ഇത് പോകും? ഞാൻ ഈ പറയുന്നതിൽ സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറയണ്ട, ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. സന്തോഷമാണോ? ഇനി ആ കൈ ഉയർത്തി തന്നെ വെച്ചോ. മനസ്സിലാകുന്നവരുടെ കരം ഉയർന്നിരിക്കട്ടെ, മനസ്സിലാകാത്തവർ കൈ താർത്തിയേ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാ ഇരുപ്പ നിങ്ങൾ ഇരിക്കുന്നേ? പന്തം കണ്ട പിരിച്ചു കഴിയ പോലെ. സ്തോത്രം, ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയുടെ. ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ഇടയ്ക്ക് ഒരു പാട്ട് പാടും, എനിക്ക് തൊണ്ട ഒട്ടും വയ്യ. സ്തോത്രം, നമ്മുടെ ഇരിപ്പുണ്ടല്ലോ ഈ കർത്താവിന്റെ വരവ്. ഞാനിങ്ങനെ ആവേശത്തോടെ കർത്താവ് ഇപ്പൊ വന്നാ പോവാന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുക, എല്ലാം കയറി ഒരുമാതിരി ഇരിക്കുക. ഞാൻ പറഞ്ഞതനുസരിച്ച് 5ാമത്തെ കാലത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നേ. അതിന്റെ അറ്റം എത്തിയില്ലേ? ഇനി ബാക്കി പറയാൻ മനസ്സിലാവും. സ്തോത്രം, ഇവിടം വിട്ടു പോകാനുള്ള ഒരു താല്പര്യവും ഇല്ല. ചുമ്മാ പാടിയതാ സർവാംഗ സുന്ദരൻ. ഏത് പ്രിയൻ, ഏത് സുന്ദരൻ അറിയത്തില്ല. നമുക്കറിയുന്നുള്ള സുന്ദരന്മാരുണ്ട്, എല്ലാത്തിനും ഇറക്കി വിട്ടോളണം. സ്തോത്രം, എന്ത് സന്തോഷമാണ് കർത്താവിനെ കാണുന്നത്. അത് കണ്ടില്ലെങ്കിൽ വേറൊരുത്തനെ കാണാം. തുമ്പ് കെട്ടൊരിടയനെ കാത്തിരിപ്പുണ്ടവൻ. സ്തോത്രം, ആരാ? പിശാച്. കാണാൻ ഇടവരരുത്. അതുകൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ദൈവം നമ്മോട് ശക്തമായിട്ട് ഇടപെടുന്നേ. ആരെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഇങ്ങനെ അങ്ങനെയൊക്കെ പോകാന്ന് പറഞ്ഞാൽ നിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇനി പറയാൻ പോണേ. സ്തോത്രം, കാലം അതിന്റെ അന്ത്യത്തിലെത്തി. ഈ കാലം എന്നുവരെ കാണും? ഞാനൊരു വാക്യം പറഞ്ഞ് വിശദീകരിക്കുക. യെഹെസ്കേൽ പ്രവചനത്തിലോട്ട് പെട്ടെന്ന് വന്ന 21-ന്റെ 26, 27 ഏത് കാലം വരെ ഇനി ഈ ഭരണം തുടരും എന്നുള്ളതിന്റെ ഒരു വിശദീകരണം അവിടെ ഉണ്ട്. യെഹെസ്കേൽ പ്രവചനം 21, 26, 27. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയായിരിക്കും. അവന് ഞാൻ അത് കൊടുക്കും. അവകാശമുള്ളവൻ വരണം. അവകാശമുള്ളവൻ വരുന്നത് വരെ സ്തോത്രം. ഞാൻ ആ വാക്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യെഹെസ്കേൽ പ്രവചനം. കിരീടം നീക്കും, മകുടം നീക്കും. കർത്താവ് അത് നീക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം, രാജഭരണവും ആധിപത്യങ്ങളെല്ലാം നീക്കി. സ്തോത്രം. എന്നിട്ട് അവിടെ ഹല്ലേലൂയ ഉന്മൂലനാശം എന്ന് 3 പ്രാവശ്യം ബൈബിൾ പറഞ്ഞിരിക്കുക. ഉന്മൂലനാശം 3 പ്രാവശ്യം ഉന്മൂലനാശം വരുന്നതിനെ കുറിച്ച് പറയുന്നു. അതെന്നതാന്ന് മനസ്സിലായോ? 3 ഉന്മൂലനാശം പറയുന്നത് 3 യുദ്ധങ്ങളെ കുറിച്ചാ. 3 യുദ്ധങ്ങൾ, 2 യുദ്ധങ്ങൾ കഴിഞ്ഞു. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും
കഴിഞ്ഞു. ഇനി ഒരു യുദ്ധം ബാക്കി. ഇത്രേ എനിക്കിന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചിന്തിക്കാൻ ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലാകും. അഭിഷേകമൊന്നും വേണമെന്നില്ല, കാര്യം മനസ്സിലാകും. അല്ലയോ അനിഷ്മേ? കാര്യം മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. തുള്ളിച്ചാട്ടവും തുള്ളിക്കളിയൊക്കെ നിർത്തി കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കണം. ആമേൻ. സ്തോത്രം. കാരണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിവേഗത്തിൽ കാര്യം നടക്കും. എപ്പോൾ കർത്താവ് വരുമെന്ന് അറിയാൻ പറ്റത്തില്ല. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം. മൂന്ന് യുദ്ധങ്ങളെ കുറിച്ച് പറയാം. ലോകത്തിൽ നടക്കുന്ന 2 ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞു. ഇനി പ്രാണപ്രിയൻ വന്നു കഴിഞ്ഞാൽ അടുത്ത യുദ്ധം നടക്കും, 3-ാം ലോക മഹായുദ്ധം. അതിനു വേണ്ടിയിട്ടാണ് ലോക രാജ്യങ്ങൾ മുഴുവൻ ഒരുങ്ങുന്നത്. മത്സരിച്ച് ആയുധം ഉണ്ടാക്കുക, മത്സരിച്ച് ഇന്ന് നടക്കുന്ന സകല സംഭവങ്ങളും അതിലോട്ട് കൊണ്ടുപോവുക. പത്രം വായിക്കുന്നവനും വാർത്ത കേൾക്കുന്നവനൊക്കെ അറിയാം. അടുത്ത് ഒരുമിച്ച് ചേർന്നൊരു യുദ്ധം. അതെങ്ങനെ, ആരൊക്കെയെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. വീണ്ടും ഇന്ന് പ്രസംഗിക്കാൻ സമയവും ഇല്ല, മനസ്സും ഇല്ല. അതൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. ആരൊക്കെ തമ്മിൽ യുദ്ധം സംഭവിക്കുമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. കൺവെൻഷനുകളിൽ ഞാൻ ഇടയ്ക്കൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണേ. ഒരു യുദ്ധം കൂടെ നടക്കും. ആ യുദ്ധം ഹല്ലേലൂയ നടക്കും. ആ സമയത്ത് വരേണ്ടവൻ വരും, രാജ്യഭരണം അവ ഏറ്റെടുക്കും. ആർക്കാ കൊടുക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചു. പിതാവ് ദാവീദിന്റെ സിംഹാസനം യേശുവിന് കൊടുക്കും, അവൻ രാജ്യം ഏൽക്കും. ആ രാജ്യത്വത്തിന് അവസാനം വരത്തില്ല. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാനൊരു തോൽവിയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് നിങ്ങളുടെ അകത്തിട്ട് പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചേ, ചുരുക്കി പറഞ്ഞു തരാം. ആമേൻ. യേശു കർത്താവിന്റെ ആമേൻ വരവിന് മുമ്പായി അടുത്തൊരു യുദ്ധം ഇവിടെ നടക്കും. സ്തോത്രം. പക്ഷെ യേശു കർത്താവ് രാജ്യമേൽക്കുന്നത് ഏഴാം സാമ്രാജ്യം. മനസ്സിലാകുന്ന ഭാഷ 7. നമ്മൾ 5-ലാ നിൽക്കുന്നത്. അങ്ങനെ ഇനി ഇടയ്ക്ക് 6-മതൊരു ഭരണമുണ്ട്. ആമേൻ. ഇവിടെ നിന്ന് ദൈവസഭ വായിച്ച 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ള സകല വിശുദ്ധരും എടുക്കപ്പെടും. സകല വിശുദ്ധരും കർത്താവിനോട് ചേരും. മധ്യാകാശത്തിങ്കൽ യേശുവിനെ എതിരേൽക്കും. അടുത്തിവിടെ സംഭവിക്കുന്ന ഭരണം എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, എല്ലാ 3 മതഗ്രന്ഥങ്ങളിൽ അവനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇനിയിപ്പോൾ അതും കൂടെ തന്നിട്ട് എന്നെ എടുക്കാനാ. 3 മതഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. യഹൂദന്റെ തൽമൂദിലും ആമേൻ. സ്തോത്രം. മുസ്ലിം സഹോദരങ്ങളുടെ ഖുറാനിലും ബൈബിളിലും ഇവനെ കുറിച്ച് പറയുന്നുണ്ട്. 3-ലും പറയുന്നത് ആമേൻ. സ്തോത്രം. ഇവൻ എഴുന്നേറ്റ് വരും, മഷിക അവനെ തകർക്കുമെന്ന്. 3 ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് മഷിക തകർക്കും. ബൈബിൾ പറയുന്ന കർത്താവിന്റെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കും, നീക്കും. 7 വർഷം ഇവിടെ ആര് ഭരിക്കും? എതിർ ക്രിസ്തു ഭരിക്കും. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോളണം, എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് തൊട്ട് മുമ്പുള്ള ഭരണകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എതിർ ക്രിസ്തു ലോകം ഭരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഏത് സമയം വേണമെങ്കിലും യേശു കർത്താവ് വരാം. 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകും. പക്ഷെ ആ സമയം ദൈവസഭ നമ്മൾ കർത്താവിനോടുകൂടെ ആയിരിക്കും. അതിൽ പ്രത്യാശ ആർക്കും ഇല്ലയോ? അകത്ത് പ്രത്യാശ ഉണ്ട്. തിരിച്ചറിഞ്ഞോളണം, അന്ന് ഇവിടെ കിടന്ന് പാടുപെടാൻ ഇന്ന് പാടുപെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരുത്തനെയും കർത്താവ് അനുവദിക്കത്തില്ല. തന്റെ മണവാട്ടി സഭയെ, തന്റെ കാന്തയെ, തന്റെ വിശുദ്ധരെ സ്വർഗത്തിൽ ചേർക്കും. അനന്തരം 7 വർഷം അടുത്തൊരു ഭരണം ഇവിടെ വരും. അത് ചിലരൊക്കെ ചേർന്ന് അതാ താഴെ 10 കൊമ്പും 10 രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയുന്നത്. അതിലോട്ടൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, മറ്റൊരവസരത്തിൽ പറയാം. അവര് ചേർന്ന് ഭരിക്കും. എതിർ ക്രിസ്തു ഭരണമേൽക്കും. 7 വർഷം ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവവും മഹാ ഉപദ്രവവും. 3.5 വർഷം ഉപദ്രവവും 3.5 വർഷം മഹാ ഉപദ്രവം ഉണ്ടാവും. അതൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അറിവിലേക്ക് ഓർമ്മപ്പെടുത്തുന്നു. ആ ഭരണകാലം കഴിയുമ്പോൾ യേശു കർത്താവ് തന്റെ വിശുദ്ധരുമായി ഈ ഭൂമിയിലോട്ട് വരും. നമ്മൾ വായിച്ച വാക്യം അവിടെ സംഭവിക്കും. ആമേൻ. സ്തോത്രം. പിശാചിനെ 1000 ആണ്ട് വാഴ്ച ചങ്ങലക്കിടും. യേശു കർത്താവ് 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും. അന്ന് യേശുവിന് വേണ്ടി നിന്നവരും യേശുവിന് വേണ്ടി വില കൊടുത്തവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി നിന്നവർ കർത്താവിനോടൊപ്പം വാഴും. 1000 ആണ്ട് കഴിഞ്ഞാൽ ആമേൻ. സ്തോത്രം. നിത്യത വെളിപ്പെടും. നമുക്കറിയാം ബൈബിൾ ഈ ഭൂമിയെ, ഈ സമുദ്രത്തെ, ഈ ആകാശത്തെ തമ്പുരാൻ നീക്കി പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സ്ഥാപിച്ച് കർത്താവിന്റെ ഭരണം തുടരും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഈ പറഞ്ഞത് എനിക്ക് ബലമില്ലെങ്കിലും താല്പര്യമില്ലെങ്കിലും ഞാൻ ഈ ഭരണത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയത് നമ്മൾ എത്രത്തോളം തിരുവചനത്തെ മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഭോഷത്വമായിട്ടും ബുദ്ധി കൊണ്ടൊക്കെ മനുഷ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കത്തില്ലെന്ന് തോന്നും. നിങ്ങൾ അളന്ന് പഠിക്കണം. കൃത്യം ഇടവേളകളിൽ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. കൃത്യം ഇടവേളകളിൽ ജനിക്കുമെന്ന് പറഞ്ഞവർ ജനിച്ചു. അവരെ കർത്തവ്യങ്ങൾ ചെയ്ത് അവരെല്ലാം പോയി. ഇനിയിപ്പോ ഈ 5-ാം ഭരണകാലത്ത് നിൽക്കുന്ന നിങ്ങൾ തിരിച്ചറിയണം, ഇനി ഒരുത്തൻ വരാനുണ്ട്.
ഭരിക്കാൻ വരാനുണ്ട്. അത് എതിർ ക്രിസ്തുവാ. അവന്റെ വരവ് എങ്ങനെയായിരിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. പക്ഷെ അവൻ വരുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് ദൈവസഭ എടുക്കപ്പെടും. പക്ഷെ അവനെ നീക്കിയിട്ട് അടുത്ത ഭരണം ദാനിയേൽ കണ്ട അവസാന ആമേൻ ഹല്ലേലൂയ പറഞ്ഞ കാര്യം, അന്ന് രാജ്യത്വം കർത്താവിനെ ഏൽപ്പിക്കും. ദൂതൻ മറിയോട് പറഞ്ഞ പ്രവചന നിവർത്തി, യേശു രാജ്യമേൽക്കും. അവന്റെ രാജ്യത്വത്തിന് അന്തം വരച്ചില്ല. നിലനിൽക്കുന്ന നിത്യരാജ്യത്വം ആമേൻ ഹല്ലേലൂയ ഭൂമിയിൽ വരും. അത് ഭരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരിക്കും. അത് പിശാചല്ല, മറ്റാരുമല്ല, യേശു കർത്താവ് ഭരിക്കും. ആമേൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വരം ലഭിച്ചവർ തിരിച്ചറിയണം, അവനോടൊപ്പം ചേർന്ന് നമ്മൾ വാഴും. രാജവാഴ്ച ദൈവം നമുക്ക് വച്ചേക്കുക. അവനോടൊപ്പം വാഴാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഇത് നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും. വിശുദ്ധനും മാത്രമേ ഒന്നാം പുനരുത്ഥാനമുള്ളൂ. ആ വാക്യത്തിൽ വളരെ ശ്രദ്ധിച്ച് കേട്ടെ, ഞാൻ ബോറടിപ്പിക്കാതെ ഇപ്പൊ അവസാനിപ്പിക്കാം. ഒന്നാം പുനരുത്ഥാനത്തിൽ വിശുദ്ധന് മാത്രമേ പങ്കുള്ളൂ. അപ്പൊ ചോദ്യം, ആരാ വിശുദ്ധൻ? ആരാണ് വിശുദ്ധ? ആരാണ് വിശുദ്ധൻ? അതൊരു വലിയ ചോദ്യം. ആമേൻ. 10 പാവങ്ങൾക്ക് എല്ലാ വർഷവും വസ്ത്രം കൊടുത്ത്, 5 പള്ളി വെച്ച് കൊടുത്ത്, 5 പിള്ളേരുടെ വിവാഹം നടത്തി കൊടുത്തു, ഒരു ഉറുമ്പിനെ പോലും കൊല്ലാതെ നടന്നാൽ അവൻ വിശുദ്ധനാണോ? അത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഞാൻ ഈ സ്നാന ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പറയും, കൊർന്നില്യോസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. നല്ല ഭയവും ഭക്തിയും ദാനധർമ്മങ്ങൾ കൊടുത്ത് കുടുംബത്തോടൊപ്പം ഭക്തിയോടെ ജീവിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അവനും സ്വർഗ കവാടം അടഞ്ഞിരുന്നു. അവനോട് കർത്താവ് സുവിശേഷം കേൾക്കാൻ പറഞ്ഞു. ഒന്ന് ആമേൻ ഹല്ലേലൂയ എന്നെ ശ്രദ്ധിച്ച് 2 മിനിറ്റ് കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നമ്മളൊരു പ്രത്യാശയുടെ പാട്ട് പാടിയിട്ട് ഇതിലോട്ട് വരും. എത്ര പേർക്ക് പ്രത്യാശ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ശ്രദ്ധിക്കണം. ആമേൻ. ആരാണ് വിശുദ്ധൻ? ആമേൻ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നമ്മെ ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. ബൈബിൾ അനുസരിച്ച് ആരാ വിശുദ്ധൻ? ആമേൻ. വിശുദ്ധൻ ഇനിയും തന്നെ ശുദ്ധീകരിക്കട്ടെ എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ആരാ വിശുദ്ധര്? വേദപുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണമേ. കർത്താവ് യേശുവിനെ വിശ്വസിക്കണം. എന്നാ കർത്താവ് യേശു വിശ്വസിക്കേണ്ടേ? കർത്താവ് യേശു ക്രിസ്തു രോഗിയെ സൗഖ്യമാക്കും. കർത്താവ് യേശു ക്രിസ്തു വീട് തരും, കാറ് തരും, ബംഗ്ലാവ് തരും. ഇതല്ല, അത് വിശ്വാസമാണ്. പക്ഷെ രക്ഷിക്കുന്ന വിശ്വാസം അതല്ല. ആമേൻ. കർത്താവ് പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം. പൗലോസിന്റെ ഭാഷയിൽ, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചത് യേശു മാത്രമേ ഉള്ളൂ. യേശുവിന്റെ രക്തത്താലല്ലേ എനിക്ക് ശുദ്ധീകരണം ഇല്ല. ആ യേശുവിൽ ഞാൻ വിശ്വസിക്കണം. പാപസംബന്ധമായി മരിക്കണം. ഇനി ഞാൻ പാപം ചെയ്യത്തില്ല, യേശു എന്റെ പാപത്തെ ക്ഷമിക്കണേ എന്നൊരുത്തം പ്രാർത്ഥിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വീകരിക്കുമ്പോൾ വചനം പറയുന്നത് അവന്റെ പാപം കഴുകപ്പെടുക. ഇന്നലെ നമ്മൾ കേട്ടു, കർത്താവിന്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുക. ബൈബിള് പിന്നും കർത്താവ് വ്യക്തതയോടെ പറയുന്നു. ശ്രദ്ധിച്ച് കേൾക്ക്. ബൈബിൾ പറയുന്നു, ആ വിശ്വസിച്ചവൻ പാപസംബന്ധമായി മരിച്ചു എന്ന ബൈബിൾ പറയുന്നത്. കാരണം ഇനി ഞാൻ പാപം ചെയ്യത്തില്ല, യേശുവേ എന്റെ പാപത്തെ ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്തം നമ്മെ കഴുകുക. ആ പാപക്ഷമ കിട്ടിയവൻ, ബൈബിൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ആ പാപക്ഷമ കിട്ടിയവനോട് ബൈബിൾ പറയുക, നിന്റെ പാപത്തിന്റെ മോചനത്തിനായി നീ സ്നാനപ്പെടണം. പത്രോസ് വ്യക്തതയോടെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞു തുടങ്ങിയത് വെളിപ്പാട് പുസ്തകം വരെ കാണാം. സ്തോത്രം. വിശുദ്ധീകരിക്കണം. ആമേൻ. സ്തോത്രം. ആ പാപ ശരീരത്തെ കൊണ്ട് കുഴിച്ചിട്ട് പൊങ്ങുമ്പോൾ ഇന്ന് 6 പേരെ സ്വർഗം പറഞ്ഞു വിശുദ്ധർ. അപ്പോസ്തല പ്രവൃത്തി 2 പഠിക്കണം. ആമേൻ. 6 പേരെ സ്വർഗം പറഞ്ഞു, നീ വിശുദ്ധൻ. എന്നാ ചെയ്തിട്ടാ, എന്ത് ചെയ്തിട്ടാ വിശുദ്ധനായത്? നീ ചെയ്ത പാപം. ഞാൻ സാധാരണ പറയും, കൊലപാതകം, വ്യഭിചാരം, മോഷണം, പിടിച്ചുപറി, ഒത്തിരി പാപം ചെയ്തവൻ സെക്കൻഡ് കൊണ്ട് വിശുദ്ധനായി. എങ്ങനെയാ? കൃപയാൽ, വിശ്വാസം മൂലം. കൃപയാൽ, വിശ്വാസം മൂലം. ആ വിശുദ്ധ കൽപ്പന അനുസരിച്ച് 6 പേരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന 2-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. 6 പേരെ ഇന്ന് പകൽ ദൈവം സഭയോട് ചേർത്തു. വിശുദ്ധരായതുകൊണ്ട് ദൈവസഭയോട്, തന്റെ ശരീരമായ സഭയോട്, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കുന്ന വിശുദ്ധ സഭയോട് ചേർത്തു. കത്തോലിക്കയിലോ CSIയിലോ പെന്തക്കോസ്തിലോ സഭയിലോ അല്ല ചേർത്തത്, ക്രിസ്തുവിന്റെ മണവാട്ടി സഭയോട് ചേർത്തു. അവിടെ ബൈബിൾ പറയുന്നു, ആമേൻ. സ്തോത്രം. അങ്ങനെ ചേർന്നവർ, ആ ഹല്ലേലൂയ, സഭയോട് ചേർന്നവരെ കുറിച്ച് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോന്നു. സ്തോത്രം. എന്നതാ, ഞാനൊരു ഹല്ലേലൂയ അറിയാന്നുള്ള കാര്യങ്ങളായി അവസാനം പറയുന്നെങ്കിലും അതിന്റെ ഗൗരവത്തിൽ വരണം. പലർക്കും ഈ ദൈവസഭ എന്തിനാണെന്ന് അറിയത്തില്ല. എന്തിനാണ് ദൈവസഭ? പലരും പള്ളി, കൂട്ടായ്മ, ആത്മീക കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ
ദൈവം എന്തിനാ സഭയെ സ്ഥാപിച്ചത്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ മണവാട്ടി സഭയെ ഒരുക്കി ഭൂലോകത്തിലെ ഹല്ലേലൂയ സകല ജനത്തിന്റെ ഇടയിൽ നിന്ന് അവനൊരു ഹല്ലേലൂയ വധുവിനെ ഒരുക്കുന്നുണ്ട്, തന്റെ മണവാട്ടിയെ ഒരുക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പാടിയ പാട്ട് നിങ്ങൾ പാടിയാൽ ശ്രദ്ധിക്കും, ഞാൻ നിനക്കുള്ളവൾ നീ എനിക്കുള്ളവൻ. സ്തോത്രം. നമ്മളെ മണവാട്ടിയാ, കർത്താവിനുള്ളതാ നമ്മൾ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു മണവാട്ടി സഭ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ ഭൂമിയിൽ ബൈബിൾ പഠിച്ചാൽ ആമേൻ സ്തോത്രം 5 വിധ ശുശ്രൂഷകരെ കൊടുത്ത് ദൈവം ഭൂമിയിൽ സഭ സ്ഥാപിച്ചു. എബ്രായ ലേഖനത്തിൽ ശക്തമായ ഉപദേശം നമുക്ക് തന്നു. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗത്തെ ഉപേക്ഷിക്കരുത്, സഭായോഗത്തെ ഉപേക്ഷിക്കരുത്. സ്നാനപ്പെട്ടവരോട് പറയും, അവരോട് പറഞ്ഞു വീണ്ടും ആവർത്തിക്കുക, സഭായോഗത്തെ ഉപേക്ഷിക്കരുത്. എന്തുകൊണ്ട് ഉപേക്ഷിക്കരുത്? പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. ആമേൻ. സ്നാനപ്പെട്ടവരോടുള്ള ദൂത എബ്രായ ലേഖനം. സ്നാനപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു, എങ്ങോട്ടെങ്കിലും പോവുകയല്ല. ആമേൻ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ആമേൻ കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കണം. ആ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. സഭയ്ക്കകത്ത് പ്രബോധനം, സഭയ്ക്കകത്ത് കൂട്ടായ്മ. ഇത് എടുക്കാൻ പറഞ്ഞു, ഇത് കഴിക്കുന്നവൻ ഉള്ളിൽ ജീവനുണ്ട്, ഉള്ളിൽ ജീവനുണ്ട്. ചുമ്മാ ഹല്ലേലൂയ കളി കാണിക്കുകയല്ല, ഉള്ളിൽ ജീവനുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കൃത്യതയോടെ പഠിപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഉള്ളിൽ ജീവൻ വരാൻ അകത്തൊരു മനുഷ്യനുണ്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, അകത്തൊരു മനുഷ്യനുണ്ട്, അതിന് ജീവൻ വരും. എന്നിട്ട് പറയുന്നു, ഉള്ളിൽ ജീവൻ പ്രാപിച്ച നിന്നെ ഒടുക്കത്തെ നാളിൽ കർത്താവ് ഉയർപ്പിക്കും. യേശു ക്രൂശിൽ മരിച്ചതിന്റെ ഉദ്ദേശം ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം, ഒന്നാമത്തെ പുനരുത്ഥാനം. അതാ ലക്ഷ്യം. എന്തിനാ ദൈവസഭ? ഒന്നാമത്തെ പുനരുത്ഥാനത്തിനായി നിന്നെ ഒരുക്കാൻ. നീ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ വന്നാൽ അവിടെ ഹല്ലേലൂയ അപ്പോസ്തലിക ഉപദേശം ഇന്ന് നിങ്ങൾ കേൾക്കുക. അതെന്തിനാ? നിങ്ങളെ വിശുദ്ധീകരിക്കാൻ. നിങ്ങൾ പാപത്തിന്റെ ചതിയിൽ കുടുങ്ങരുത്. എന്തിനാ സഭയെന്നാ ഞാൻ പറഞ്ഞേ? ആമേൻ. മരിച്ചാൽ കുഴിച്ചിടാനും, കല്യാണപ്രായമായാൽ കല്യാണം നടത്തി തരാനും, ബർത്ത്ഡേക്ക് വന്ന് പ്രാർത്ഥിക്കാനും, മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് വിടുതലെടുക്കാൻ എന്ന് ചിന്തിക്കരുത്. സ്തോത്രം. അത് ഉത്തരവാദിത്തോടെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആധാർ കൊണ്ടുവന്ന് ഞങ്ങളുടെ സഭയുടെ രജിസ്റ്ററിൽ പേര് ചേർക്കും. ഇവിടെ പലരും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. കൃത്യതയോടെ ചെയ്യും, ദൈവം തന്ന പ്രാപ്തി പോലെ ചെയ്യും. പക്ഷെ ദൈവം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ദൈവസഭ അതിനല്ല. കാഹള ശബ്ദം കേട്ടാൽ ചിറകടിച്ചുയരത്തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ പ്രബോധനം കേട്ട് ആമേൻ കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥിച്ച് ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ഒരുക്കപ്പെടാനാണ് സഭ. പള്ളിയല്ല ഞാൻ പറഞ്ഞ്, ദൈവസഭ. അതിനകത്താണ് ഉപദേശങ്ങളും പ്രബോധനങ്ങളും ശാസനയൊക്കെ വരുന്നത്. ആ സഭ ഞാൻ ചലഞ്ച് ചെയ്ത് പറയും, നിങ്ങൾ ഹല്ലേലൂയ ഇങ്ങനെ ഒരു ചർച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആമേൻ, നിങ്ങൾ ഇങ്ങനെ ഉപദേശം കേൾക്കുന്നവരാണെങ്കിൽ, ഒരുപാട് സഭയല്ല, അടങ്ങിയിരുന്ന് ദൈവശബ്ദം കേട്ട് വളരാൻ കൊതിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പാപത്തിന്റെ ചതിയിലും വീഴച്ചില്ല, ഒരു ദോഷവും വരച്ചില്ല, ഒരു കാരണവശാലും നിത്യത നഷ്ടപ്പെടത്തുമില്ല. പിശാചിന്റെ തന്ത്രമാണ് മറ്റു മാർഗങ്ങൾ. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ പറയുന്നു, കൃത്യതയോടെ വന്ന് ഈ ഒരാഴ്ച നടക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ബലത്തോടെ പറയാ, കൃത്യമായ ഒരു സഭ ഇല്ലാത്ത വ്യക്തി വഴിതെറ്റിയിരിക്കും. അവനെ പിശാച് വലിച്ചു കൊണ്ടുപോകും. ആമേൻ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാന്നറിയത്തില്ല, അതാ പ്രശ്നം. സഭ എന്തിനാ സ്ഥാപിച്ചെന്നറിയാതെ നമ്മൾ ചെയ്യുക. കൂട്ടായ്മ വേറെ, ഞങ്ങൾ ആത്മീയ കൂട്ടത്തിലും ഒക്കെ നല്ലതാ. കൺവെൻഷൻ വേറെ, കൂട്ടായ്മ വേറെ ഒക്കെ ശരിയാ. പക്ഷെ ദൈവസഭയെ ദൈവം വെച്ചത് അതിനൊരു അടുക്കുണ്ട്. അത് കൃത്യമായി നടക്കണം. എന്തിനാ ഉപദേശമൊക്കെ പറയുന്നത്? അത് ദൈവവചനത്തിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് സ്നാനത്തിന്റെ കൽപ്പന കർത്താവ് കൊടുത്തപ്പോ ഞാൻ പ്രമാണിക്കാൻ പറഞ്ഞതൊക്കെ ഉപദേശിച്ചും കൊണ്ട്, സ്നാനം കൊടുക്കുക മാത്രമല്ല, പ്രമാണിക്കാൻ പറഞ്ഞതൊക്കെ ഉപദേശിച്ചും കൊണ്ട് അവരെ ശിഷ്യരാക്കണം. എന്തിനാ ശിഷ്യരാക്കുന്നേ? നമ്മൾ വായിച്ച വേദഭാഗം അതാണ്. ആമേൻ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. സഭയെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഒരുക്കണം. മുമ്പിൽ വരുന്ന ജനത്തെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിനായി ഒരുക്കണം. അതിനാണ് സഭ. ഒരുങ്ങുന്നുണ്ടോ നിങ്ങള്? ബിനിൽ പാസ് ഒരുക്കുന്നില്ല. ബിനിൽ പാസ് എപ്പോഴും വിടുതലും, എപ്പോഴും ബന്ധനമഴിപ്പും, എപ്പോഴും ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ മാത്രം പറയുന്നെങ്കിൽ എന്നോട് ഒന്ന് പറയണം, ഇത് ശരിയാവില്ല എന്ന് പറയണം. അതൊന്നും വേണ്ടെന്നല്ല പറയുന്നേ. ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മുമ്പിലാണ്. അതുകൊണ്ട് പലപ്പോഴും പറയുന്നേ, രഹസ്യത്തിൽ ചെയ്യേണ്ട, പറയുന്നത് തിരിച്ചറിയണം. എന്തൊക്കെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ആവശ്യങ്ങളും സ്വർഗം തരണം. നമ്മളെ പിശാചൊന്നും അനുഗ്രഹിക്കത്തില്ല, ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. പക്ഷെ ദൈവസഭയിൽ വരുന്ന അതിന് ദൈവം സഭയെ പണിതിട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം, എന്നെ വേലയ്ക്ക് വിളിച്ചതിന്റെ ഉദ്ദേശം, ഇത്രയും പേരെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം തിരിച്ചറിയുക. ഒന്നാമത്തെ പുനരുത്ഥാനം ബൈബിൾ അനുസരിച്ച് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം, ക്രിസ്തുവിൽ മരിച്ച
വൃതന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ എന്റെ മുമ്പിൽ വചനം കേൾക്കുന്ന നിങ്ങളും പ്രസംഗിച്ച ഞാനും ചിറകടിച്ച് കയറത്തക്കവണ്ണം ലോകത്തിന്റെ സകല കളങ്കങ്ങളെയും ഭേദിച്ചവരായി ഓരോ ശുശ്രൂഷ കഴിയും തോറും ബൈബിൾ പറഞ്ഞതുപോലെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വിശുദ്ധനായ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ആത്മാവിൽ വളർന്ന് ഒരുക്കത്തോടെ ഇരുന്നാൽ നമുക്ക് പുനരുദ്ധാനം കിട്ടും. ആ പുനരുദ്ധാനം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എതിർ ക്രിസ്തു വരും. അത് കഴിയുമ്പോൾ 1000 ആണ്ട് ഭരണം നടക്കും. കർത്താവ് തന്റെ രാജ്യത്തെ സ്ഥാപിക്കും. 1000 ആണ്ട് കഴിയുമ്പോൾ മരിച്ച ആബാല വൃദ്ധം പേരെ വിളിച്ച് ന്യായം വിധിച്ച് നരകത്തിൽ തള്ളിയിടുമ്പോൾ പലരുടെയും വായടഞ്ഞു പോകും. അത് വരാതിരിക്കാൻ ദൈവ സ്നേഹത്തിൽ പറയുന്നു. ആമേൻ. എന്താണ് ബൈബിൾ പറയുന്നത് അതനുസരിച്ച് ജീവിച്ച് കർത്താവിന്റെ രാജ്യത്തിൽ അവകാശികളാകണമെന്ന് ശക്തമായി നിങ്ങളെ പ്രബോധിപ്പിക്കുക. അശുദ്ധമായ കാര്യങ്ങളെ വിട്ട് അനുദിനം ആത്മാവിലും ശരീരത്തിലും ഒക്കെ ശുദ്ധീകരണം പ്രാപിച്ച് ഒരുമിച്ച് നിൽക്കാൻ ഞാൻ സഭയെ ഉത്സാഹിപ്പിക്കുക. സ്തോത്രം. ഭരണകർത്താക്കളെ കുറിച്ച് പറഞ്ഞു. 1000 ആണ്ട് യേശു ഭരിക്കും. അതിനു മുമ്പുള്ള ഭരണത്തെ കുറിച്ച് പറഞ്ഞു. ഇനി ഒരുത്തനെ വരാനുള്ളൂ, അവൻ വരും. പക്ഷെ അന്ന് സഭ കാണത്തില്ല, കാണാൻ പാടില്ല. ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കു കിട്ടി പോകുന്നവൻ മാത്രമാണ് ഭാഗ്യവാൻ. ആ ഭാഗ്യ പദവിയിൽ നമ്മൾ എത്തണം. ആ ഭാഗ്യം കിട്ടുമെന്ന് ഹൃദയത്തിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ഉറപ്പുള്ളവർ മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ.